ഒരു തെളിവാണ് ഇത്. അതായത് ഒന്നിൽ ബുഖാരിയിലുണ്ടോ, ഇമാം തുർമുദിയിലുണ്ടോ ഒക്കെ തിരക്കിടില്ല. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കണം. ഇപ്പോ ഒരു ഉദാഹരണം, നിങ്ങൾ ഉമ്മർക്കാട് ഉത്തരം പറഞ്ഞോളൂ. ഉമ്മർക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യണം. ഉമ്മർക്കപ്പൊ ഈ വാദക്കാരനാണ്, ഇപ്പൊ ഇവർ പറഞ്ഞ ന്യായക്കാരാണ് ഉമ്മർക്ക, അല്ലെ? ഉമ്മർക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഉമ്മർക്കില്ല ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്. ഉമ്മർക്ക ഇവരിപ്പോ ഈ പറഞ്ഞ ന്യായത്തിന്റെ ആൾക്കാർ എന്ത് ഈ തറാവീന്റെ വിഷയത്തിൽ ഇപ്പൊ ഇവർ പറഞ്ഞ വിഷയത്തിൽ ഒന്നുകൂടി പറയാം. തറാവീഹ് അത് റമദാനില് ജമാഅത്തായിട്ട് അവർ നമസ്കരിക്കുന്നു. റമദാനിലല്ലാത്തപ്പോഴും ഈ നമസ്കാരം ഉണ്ട്. അവർ വാദതാണ്, ഞാൻ പറയുന്നില്ല. എനിക്ക് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കും. റമദാനിൽ അല്ലാത്തപ്പോഴും ആ നമസ്കാരം ഉണ്ട്. പക്ഷെ അതിന്റെ പേര് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ തഹജ്ജുദ്, ഒറ്റയിൽ അവസാനിക്കുമ്പോ വിത്ർ, അങ്ങനെ പേരുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ 11 അധികരിപ്പിക്കാറില്ല എന്നുള്ള. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവർ പറഞ്ഞ വാദം. അതാണ് ഉമ്മർക്ക് ചെയ്യുന്നതും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാണ്ട് ഇവർ അവിടെ മുന്നേ ഇവിടെ മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കൊന്നും ഇത് നമ്മൾക്കും ഒരുപാട് നമുക്ക് റസൂലുണ്ട്, നമുക്ക് നമ്മുടെ ഹദീസുകളുണ്ട്, ഖുർആനുണ്ട്. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക, അല്ലെ? സുന്നി വോയിസിലേക്കും മുജാഹിദിന്റെ അൽമനാനിലേക്കും മടങ്ങുക എന്നല്ല പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെ അടിസ്ഥാനത്തിലും സംസാരിക്കും. രണ്ടു ഇവര് പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ഇവിടെ വന്നത് എന്തിനറിയോ? ഇവര് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് വന്നതാ. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്താണ് ഞാനീ പറയുന്നത്. ഇവര് പഠനം എന്തെങ്കിലും പറയുമെന്നല്ലോ. ഇവരിവിടെ പറഞ്ഞ എന്തായിരിക്കും? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ഖുർആനിലും ഹദീസിലുണ്ടോ അങ്ങനെ ചർച്ചയാണ് സുഹൃത്തെ. ഈ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ളതെന്ന് എന്താന്ന് നോക്കാനുള്ള വിവരം നമുക്കുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, കുറെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെന്താണ് പറഞ്ഞത്? സുന്നി വയസ്സിലേക്ക് അല്ലാതാലേക്ക് നോക്കേണ്ടതാണ്. സത്യത്തിൽ സുന്നി വയസ്സ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഖുർആനും ഹദീസിനൊക്കെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കണം. അതുകൊണ്ട് അത് നോക്കണം തന്നെ ഞങ്ങൾ പറഞ്ഞത്. അതിലേക്ക് നോക്കുന്നില്ല, ഖുർആനിലേക്ക് നമുക്ക് നോക്കൽ തന്നെയാണ്. കാരണം ഖുർആനിൽ നിന്നൊക്കെ പഠിപ്പിക്കുന്നത് അത് മലയാളത്തിൽ നമുക്ക് തിരിയാൻ വേണ്ടി എഴുതി തരിക. അതാണ് സുന്നി വയസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തെറ്റിദ്ധാരണ ഉണ്ടായത് അത് നീങ്ങണം. അപ്പൊ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നതൊന്നുമല്ല. ഈ മുജാഹിദിന്റെ പഴയ കാലത്തെ മൗലവിമാർ ഇത് പറഞ്ഞില്ലേ? ഇതിനെ തീരുമാനമാക്കാൻ എന്തൊരർത്ഥമാണ് ഇതില്? ഒരു തീരുമാനമാക്കാതെ പിന്നെ 11 റക്അത്ത് അല്ലെങ്കിൽ 20 റക്അത്ത് എത്ര റക്അത്ത് ഇത് ഇങ്ങനെ സാധനം തന്നെ ഉണ്ടോ തീരുമാനിക്കേണ്ടത്? ഇവർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല റമദാനിൽ മാത്രമായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ ഉമ്മർക്ക ഇനി അടുത്ത ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ നിസ്കരിക്കണം എന്നാണ്. ഈ എങ്ങനെ നിസ്കരിക്കേണ്ടത് എത്ര നിയമം ചോദിക്കുന്നത്? റമദാനിൽ മാത്രം നിസ്കരിച്ചാൽ മതിയോ അല്ലാതെ നമുക്ക് നിസ്കരിക്കണോ? അത് തീരുമാനമാക്കണ്ടേ? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഉമ്മർക്കാന്റെ പാരത്രിക വിജയത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഉമ്മർക്ക് ഇനി തന്നെ തറാവീഹ് എന്ന ആ നിസ്കാരം നിസ്കരിക്കേണ്ടത് റമദാനിൽ മാത്രമാണോ അല്ലാതെ കാലത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? അത് തീരുമാനമാക്കി തരപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വരും കൂടി സംഭവിച്ചിട്ടാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് അത് തീരുമാനമാക്കട്ടെ. ശരി. അപ്പൊ ഏകദേശം നടന്ന ചർച്ചയുടെ ആകത്തുക ഇപ്പൊ കിതാബ് ഓതാത്തവരുടെ കേസ് ചെയ്തിട്ടുണ്ട്. ഓർക്കത്ര തീരുള്ളൂ, അതും ചെയ്തിട്ടുണ്ട് നമുക്ക്. ഏതായിരുന്നാലും ഇപ്പോൾ ഇവിടെ ചർച്ച എന്താണ്? തറാവീഹിന്റെ എത്ര ആ ചർച്ചയ്ക്ക് വരാൻ പ്രയാസമുണ്ട്. ഇപ്പോ നിങ്ങളെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് തുടർന്ന് സംഭവിക്കാതെ ഏതായിരുന്നാലും ഇവിടെ മോഡറേറ്റർക്ക് അടക്കം മനസ്സിലായി. അദ്ദേഹം വിശദീകരിച്ചു. നമസ്കാരം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത കാരണം കൊണ്ട് വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്നു. തറാവീഹ് എന്ന പേരിൽ ജമാഅത്തായി റമദാനിൽ മാത്രമാണ് അത് ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നത്. അത് തറാവീഹ് എന്ന പേര് അവിടെ പറയപ്പെടുന്നു. അല്ലാത്ത കാര്യം ആ പേര് പറയാറില്ല. അത്രേ അവിടെ എഴുതിയിട്ടുള്ളൂ. അത് വലിയ കാര്യത്തിന് വക്കുന്ന വിധി വായിച്ചോളികളെ നല്ലതാണ് ഒക്കെ. അതേസമയം ഒറ്റയായി അവസാനിക്കുന്ന വിത്ർ എന്ന പേര് വരും. അത് റമദാനെ പറ്റാം. റമദാൻ എന്ന പേര് വരും. ഒന്ന് ഉറങ്ങി കഴിച്ചാൽ അത് തഹജ്ജുദ് എന്ന് പറയും. ഇതിപ്പോ അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹം ഇവിടെ വരുന്നപ്പോ അസനോട് അറിയപ്പെടില്ല. വീട്ടിലെ മമ്മി ബാപ്പയെ അസനം തന്നെ വിളിക്കാം, മോനെന്ന് വിളിക്കാം. ഭാര്യ വിളിക്കുന്നത് വേറൊന്നാണ്, മക്കളെ വിളിക്കുന്നത് വാപ്പാന്നാണ്. അത് പല സൈസാണല്ലോ, ഇജ്ജനെ പറഞ്ഞത് ഉസ്താദാണെന്നോ ഓമന്റെ വാപ്പയുടേതാണെന്നോ എന്ന് പറഞ്ഞാൽ അതിന് വരാം എന്ന രൂപത്തിലേക്ക് ഒറ്റയായി അവസാനിക്കുന്നു. അപവിത്രം എന്ന് പറയും. അതാണ് ആയിഷ ബീവി ചോദിച്ചത്. വിത്ര അറക്കാതെ ഉറങ്ങുകയാണോ? 8 കഴിഞ്ഞ് കിടക്കുമ്പോൾ ചോദ്യം വിത്തറാക്കാതെ ഉറങ്ങുകയാണോ? അപ്പൊ ഒറ്റയാകുമ്പോഴാണ് വിത്ര എന്ന പേര്. വിത്ര എന്ന വാക്കിനർത്ഥം ഒറ്റ എന്ന. തറാവീഹ് എന്ന വിശ്രമങ്ങൾ എന്നാണ്. അത് ജമാഅത്തായി നടക്കുന്ന കാലങ്ങളിൽ 200-300 ആയത്ത് വരെ ഓതി ദീർഘമായി നിസ്കരിക്കാറുണ്ട്.
സഹാബിമാർ പറഞ്ഞു, ഞങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെട്ട ജമാഅത്തുകളിൽ കൂടിയ ആളുകൾ ഞങ്ങൾ ഞങ്ങൾ വടികളിൽ വരെ ചാരിക്കാറുണ്ടായിരുന്നു. ദീർഘമായി ഖുർആൻ ഓതിയിട്ട് കുഴങ്ങി തളർന്നിട്ട് വടി കുത്തി പിടിച്ചു നിൽക്കാറുണ്ട് എന്നവരെ സ്വഹാബിമാർ പറഞ്ഞത് ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ ദീർഘമായി നമ്മളൊക്കെ നിസ്കരിക്കും, പിന്നെ രണ്ട് നിസ്കരിക്കും, പിന്നെ ഒന്ന് വിശ്രമിക്കും, ചിലപ്പോൾ കിടന്നു എണീക്കും, പിന്നെ നിസ്കരിക്കും. ഇങ്ങനെ ഏകദേശം സ്വഹാബിമാരിൽ പറഞ്ഞത് അത്താ ഹസീന, കാരണം ഞങ്ങൾക്ക് പേടിയായി പോയി, ഇനി അത്താഴം കഴിക്കാൻ സമയമുണ്ടാവില്ലേ എന്ന്. അത്താഴം കഴിക്കാൻ സമയം കിട്ടൂല എന്നതിനെ പേടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് ഓടാറായെന്ന് പറയുന്നത്. അങ്ങനെ ദീർഘമായി ഇശാ കഴിഞ്ഞ് ആരംഭിച്ച് ഏകദേശം സുബഹി ഭാഗത്ത് തൊട്ട് മുമ്പ് വരെ നിന്ന് ജമാഅത്തായി ദീർഘമായി നിസ്കരിച്ചപ്പോൾ അതിനിടയ്ക്ക് വിശ്രമിക്കുന്നു. അതുകൊണ്ട് തറാവീഹ് വിശ്രമങ്ങൾ എന്ന പേര് തറാവീഹ് എന്ന പേര് വന്നു. പിന്നെ ഉറക്കം ഒന്നുറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോൾ അത് തഹജ്ജുദ്, തഹജ്ജദ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രയാസപ്പെട്ടുകൊണ്ട് ഉറക്കത്തെ മാറ്റിവെക്കുന്നതിനാണ് തഹജ്ജദ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തഹജ്ജുദ് എന്ന് പറഞ്ഞു. രാത്രി നിസ്കാരമായതുകൊണ്ട് ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞു. റമദാനിലായതുകൊണ്ട് ഖിയാമു റമദാൻ എന്നും പറഞ്ഞു. ഏതുപോലെ സുബഹിക്ക് നമുക്ക് സുബഹി നിസ്കാരം എന്ന് പറയാം, ഫജ്ർ നിസ്കാരം എന്ന് പറയാം. ഒരാൾ പാലിച്ചു ഫജ്ർ നിസ്കാരം പോലെ സുബഹി നിസ്കാരം പോലെ. അപ്പൊ മറ്റുള്ള എഴുതി ഫജ്ർ നിസ്കാരം എന്ന പേര് പ്രത്യേക നിസ്കാരമില്ല, ഒരു സുബഹി നിസ്കാരം തന്നെയാണ്. നിങ്ങളെ പഴയ ആൾക്കാർ പോലെ എന്താ ഫജ്ർ നിസ്കാരം എന്ന് പറഞ്ഞ പ്രത്യേക നിസ്കാരമില്ല എന്ന് കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ പോലെ സദൈവമാണ്. അപ്പൊ നമസ്കാരം കൊല്ലം മുഴുവനുണ്ട്. റമദാനിൽ ജമാഅത്തായി സംഘടിപ്പിക്കപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കുകയും ദീർഘമായി നിസ്കരിക്കുന്നു. നിങ്ങളെ പള്ളിയിലന്മാരെ അലങ്കരിക്കപ്പെട്ടല്ലേ ഞങ്ങൾ ദീർഘമായി അപ്പൊ രണ്ട് കഴിയുമ്പോൾ വിശ്രമിക്കുന്നു, പിന്നെ രണ്ട് കഴിയുമ്പോൾ വിശ്രമിക്കുന്നു, വെള്ളം കുടിക്കാൻ പോകുന്നു, പുസ്തകം പോവും. അപ്പൊ തറാവീഹ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി ഞങ്ങൾ റമദാനും തറാവീഹ് പറയാൻ പറ്റുന്നില്ല. റമദാനിൽ ആരുള്ളൂ, അന്നും തറാവീഹ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റയടിക്ക് വന്നാൽ 10 ഇരുപതും കഴിയും. അപ്പൊ ആ പേരിന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. അത് ഒറ്റയായി നിൽക്കുന്നു എന്നതുകൊണ്ട് വിത്രു ചെയ്യുന്നു. അത് കൊല്ലം മുഴുവനുണ്ട്. ഇനി ഒരാൾ വിത്രു എന്ന് പറഞ്ഞു, തറാവീഹ് എന്ന് പറഞ്ഞു, തഹജ്ജുദ് എന്ന് പറഞ്ഞു, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പേരും പറഞ്ഞില്ല. എന്നാലും സാധന ചാതാവോ? ഒരാൾ ഒരു പേരും പറഞ്ഞായിരിക്കാം, എന്നാ നമസ്കാരം പാടാമോ? അപ്പൊ പേര് എന്ത് പറഞ്ഞില്ല, ഒരു നമസ്കാരത്തിന് വ്യത്യസ്ത പേരുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ 3 ദിവസം നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ ഇബ്നു ഹിബ്ബാനും ഇബ്നു ഹുസൈനും ഉദ്ധരിച്ചെടുത്ത് കാണാം. ഇന്നി ഖശീതു അൻ തുക്തബ അലൈക്കുമുൽ വിത്റു, ഇന്നി ഖശീതു ഞാൻ ഭയപ്പെട്ടു, അൻ തുക്തബ അലൈക്കുമുൽ വിത്ർ, നിങ്ങൾക്ക് വിത്ർ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിച്ചു. അതേകാലത്ത് ഈ പറഞ്ഞു അത് തന്നെയാണ് അത് തന്നെയാണ് അത് തന്നെയാണ് ഖിയാമുൽ ലൈൽ, അത് തന്നെയാണ് ഖിയാമുൽ റമദാൻ. അത് ഉമ്മക്ക് നിസ്കരിക്കുന്ന ഞങ്ങൾ നിസ്കരിക്കുന്ന എല്ലാം നിസ്കരിക്കുന്നുണ്ട്. റമദാനിൽ ജമാഅത്ത് നടത്തുന്നു, തറാവീഹിന്റെ പേരും പറയുന്നു. അല്ലാത്ത കാര്യങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു. അത് പേര് വ്യത്യസ്തമാണെങ്കിലും സാധനം കൊണ്ട് തന്നെ. അപ്പൊ ഇതിന് ഇനി വെറുതെ ഉരുട്ടി മറിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഏകദേശം എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇപ്പൊ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു. ഇനി അമലിയാത്ത രീതിയിലും അന്മനാത്ത രീതിയിലും എല്ലാം പോകണം. ഇതിനപ്പുറത്തേക്കില്ല. പിന്നെ ഫിഖ്ഹി വിഷയമായി ഫോക്കസ് ഉണ്ടാവാം. അക്കീദിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കൽ ശിക്കാരെന്താ ഒഴിവാക്കിയ ഒരു സമ്മാനങ്ങൾ അതെ നിങ്ങൾക്ക് പറഞ്ഞു ഞാനൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാതെ പാടില്ലാന്ന് പണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു പ്രാർത്ഥന പേര് പറയാൻ കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെ പലതും പല രൂപത്തിൽ വരാം, പല രൂപത്തിൽ വരാം. ഏതെല്ലാം വിഷയങ്ങൾ ഇപ്പൊ ചില മനുഷ്യന്മാർ സ്വപ്നം കണ്ട് ഇയാളെ പോലെ എന്തെല്ലാം സ്വപ്നങ്ങൾ. അപ്പൊ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ റൂസിലേക്ക് പോകാതെ വൈജ്ഞാനികമായ ചർച്ചയ്ക്ക് വേണമെന്ന് ഒരിക്കൽ കൂടെ ആവശ്യമാണ്. കൊടുക്കുന്ന നടക്കുന്ന സ്വപ്നം കണ്ടുകൊടുക്കുന്നത് അതോ സ്വപ്നം കാണുന്നുണ്ട്. അപ്പൊ ശബാബൊന്നും വായിക്കാൻ നല്ലതാണ്. നമ്മളോട് സ്വപ്നം കാണിക്കാൻ നിൽക്കണ്ട. അങ്ങനെ ഓരോരുത്തരും വലിയമായ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചിലപ്പോൾ തീരുമാനമായിക്കൊണ്ടിരിക്കണം. അവിടെ ആക്കണം ഏതൊക്കെ തീരുമാനമാക്കാം. നമ്മളെ ചർച്ച ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇയാൾ പിന്നെയും പറഞ്ഞിടുന്നത് ആ പഴയ രൂപത്തിൽ ആ മാറ്റർ ഇങ്ങനെ പഠിച്ച മാറ്റർ ഇങ്ങനെ പറയാം. നമുക്കൊരു ചർച്ച തീരുമാനമാണ് വേണ്ടത്. റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇയാൾ എന്നെ കുറിച്ച് നേരത്തെ പറഞ്ഞു ഇയാൾ വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുന്ന ഒന്നാണ്, ഭാര്യ വിളിക്കുന്ന വേറെ ഒന്നാണ്, പിന്നെ മറ്റേ വിളിക്കുന്ന വേറെ ഒന്നാണ്. അതൊക്കെ ഓരോ സാധനമാണ്. ഇതൊക്കെ എല്ലാവരും പേര് വേറെ സാധനം ഒന്നല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഒന്നാണോ രണ്ടാണോ എന്ന് നിങ്ങൾ പറയുന്നത് റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഇല്ല. ഞങ്ങൾ പറയുന്നത് അങ്ങനെ റമദാനിൽ മാത്രമുള്ള നിസ്കാരം ഉണ്ട്. അത് തീരുമാനമാക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് തീരുമാനമാക്കിയിട്ട് ഇത് പിന്നെ പറയേണ്ട ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് റക്കാത്തിന്റെ എണ്ണം ഞങ്ങൾ ഇനിയിപ്പോൾ റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിന് പിന്നെ അതിന്റെ തെളിവ് ഞങ്ങൾ വേണമെങ്കിൽ സമർപ്പിച്ചിരുമ്പോൾ, പക്ഷെ അത് ഇല്ല നിങ്ങൾ തെളി പിന്നെ പറയണില്ലല്ലോ. അത് അങ്ങനെ നിസ്കാരം നിങ്ങൾ തെളിയിക്കണം. അതല്ല പറഞ്ഞത്. പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയേണ്ട ആവശ്യമില്ല? നിങ്ങൾ പറഞ്ഞ അങ്ങനെ നിസ്കാരം ഇല്ല, ഞങ്ങൾ പറഞ്ഞ അങ്ങനെ നിസ്കാരം ഇട്ടിരുന്നു.
അത് തീരുമാനമാക്കണം. എന്നിട്ട് റക്കത്തിന് അതിലേക്ക് കടക്കാം. അതന്നെ നമുക്ക് പറയാനുള്ളൂ. അതേ പറയുന്നുള്ളൂ. ഇവിടെ ശരിക്കും ഈ വിഷയത്തിലേക്ക് വന്നത് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനൊരു ചർച്ച വരാനുള്ള കാരണം ഇവിടുത്തെ പ്രസന്റിലുള്ള ഖത്തീബും പഴയ ഖത്തീബും രണ്ടുപേരും ഈ വീട്ടുകാരനെ സമീപിച്ചുകൊണ്ട് സംസാരിക്കുകയും അവിടെ 23 തെളിയിക്കാമെന്ന് പറയുകയും ചെയ്തു. 23 തെളിയിക്കും ഞങ്ങൾ ഇപ്പൊ ആ പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ? ആ പള്ളിയിൽ പോയിട്ട് ചെയ്യുന്നത് ശരിയല്ല, സ്വഹീഹല്ല, സ്വഹീഹ് 23 തെളിയിക്കുന്ന പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നത്. നിങ്ങൾ ഇവിടെ ഉമറിക്കാനെ ധരിപ്പിച്ചതും ഞങ്ങൾ നിസ്കരിക്കുന്നത് വിദഅത്താണെന്നും 11 വിദഅത്താണെന്നും 23 സ്വഹീഹെന്നും നിങ്ങൾ തെളിയിക്കും. 2 ഖത്തീബുമാരും തെളിയിക്കും, തെളിയിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് തെളിയിക്കാൻ പറ്റുമോ ഇല്ലേ എന്നറിയാൻ ഞങ്ങളിവിടെ വന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇത് 20 ഇത് പിന്നെ തറാവീഹാണോ തഹജ്ജുദാണോ അന്ന് മാത്രമുള്ളതാണോ നാളെ ഉണ്ടോ മറ്റന്നാളുണ്ടോ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വന്നത്, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾക്ക് യൗമുൽ ഖിയാമ 23 സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. ലോകത്ത് ഒരു ഫിഖ് കൊണ്ടും എന്ന് പറഞ്ഞാൽ പൗരാണിക പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വാദത്തിലേക്ക് വരാൻ മടിക്കുന്നത്. പഴയ അൽമനാറിലും പിന്നെ അമലിയാത്തിലും കെട്ടിമറിഞ്ഞ് എങ്ങനെയെങ്കിലും 1 മണിയാക്കിയിട്ട് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല. മറിച്ച് 20 റക്അത്ത് ആണ് തറാവീഹ് എന്ന് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ അതാ പറയേണ്ടത്. ഞങ്ങൾ 11 തുടക്കം മുതൽ സംസാരിച്ചു കഴിഞ്ഞു. ആ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഇവിടുത്തെ സാധാരണക്കാരോട് ഞാൻ പറയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ തറാവീഹ് എന്ന അധ്യായത്തിൽ അതുപോലെ തന്നെ 11 റക്അത്ത് എന്നത് തഹജ്ജുദിലും വിത്റിലും തറാവീഹിലും 11 എന്ന റിപ്പോർട്ടുകളാണ് എന്ന ഹദീസാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തറാവീഹ് എന്ന അധ്യായം കൊടുക്കുന്ന പണ്ഡിതന്മാർ മുഴുവനും അതേ റക്അത്തുകളുടെ എണ്ണം വെച്ചുകൊണ്ട് അതേ ഹദീസുകൾ ഉദ്ധരിക്കുന്നു. ഇബ്നു അൽ-അസ്ഖലാനി അത് ഉദ്ധരിക്കുന്നു. ഇതൊക്കെ അവിടെ ആദ്യം പറഞ്ഞതാണ്. അതുമല്ലൊട്ടൊന്നും വരാൻ പറ്റൂല, അവിടെ നിന്നും വരാൻ പറ്റൂല. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം അത് റമദാനിലും അല്ലാത്തപ്പോഴും ഒക്കെ ഒരേ രൂപത്തിലായിരുന്നു. അല്ലാതെ തെളിയിക്കാൻ പറഞ്ഞല്ലോ ഇവിടുന്ന്. നമ്മൾ പറഞ്ഞു തറാവീഹ് എന്ന നമസ്കാരം അതെ ഇടക്കിടക്കും പിന്നെ തർവീഹത്തുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം, ജമാഅത്തായി പ്രത്യേകം സുന്നത്ത് നിസ്കരിക്കുന്ന നിസ്കാരം അത് റമദാനിലാണ്. അത് റമദാനുണ്ട് എന്ന് പറഞ്ഞാൽ ശവ്വാലിൽ ഈ നിസ്കാരം ഈ രൂപത്തിലല്ലാത്ത ജമാഅത്തില്ലാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ റസൂലുള്ളാഹി വീട്ടിൽ നിസ്കരിച്ചത് വീണ്ടും തെളിയിക്കപ്പെടാം. ഹദീസുകളുണ്ട് ഇതുപോലെ നിസ്കരിച്ചത്. അതേ സമയത്ത് തറാവീഹ് എന്ന പേരിൽ ജമാഅത്തായി റമദാനിൽ പ്രത്യേകം സുന്നത്തോടുകൂടി നിസ്കരിക്കുന്നു എന്നാണ് അതാ മുജാഹിദുകൾ പറഞ്ഞത്. ആ വിഷയം തെളിയിക്കാൻ ഞങ്ങളിവിടെ വന്നത്. നിങ്ങൾക്കതിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ തുറന്നു പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഞങ്ങൾക്ക് ഈ എണ്ണം തെളിയിക്കാൻ സാധിക്കുമെന്നത് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ദീനിയാത്തുമേലും അമലിയാത്തുമേലും ഫിഖ്ഹിലും തസവുഫിലും താരീഖിലും ഒക്കെ കറിയും. നിങ്ങൾ ശരിക്കും കാരണം നമുക്കറിയാം. അതുകൊണ്ട് ആ വക ചാട്ടങ്ങളൊക്കെ പുറത്ത് നമ്മൾ നിർത്തുന്നതായിരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് കിതാബ് പരമായി ഹദീസ് പരമായി പണ്ഡിതന്മാർ ഉദ്ധരണികളിലൂടെ ചർച്ചയിൽ തീരുമാനിക്കണം. നമുക്ക് 20 11 തറാവീഹ് എന്ന സാധനം അത് റമദാനിൽ പ്രത്യേക ജമാഅത്തായി നിസ്കരിക്കുന്ന സാധനം അത് 11 20 തയ്യാറാണോ നിങ്ങൾക്ക് തെളിയിക്കാൻ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ? വീണ്ടും ചോദിക്കാം. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാം? എന്താ പറഞ്ഞ സമയത്ത് 12 മണിയായി, 1 മണിക്കൂർ കൂടി ശേഷിക്കും അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ വിഷയത്തിലേക്ക് കടന്നു വരിക, ചർച്ചയിലേക്ക് കടന്നു വരിക. അല്ലാതെ അമലിയാത്ത് കയ്യിൽ പിടിച്ചിട്ട് ദീനിയാത്ത് കയ്യിൽ പിടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ അൽമനാറ് കയ്യിൽ പിടിച്ചിട്ട് കെ മൂലമയും ഇ കെ മൂലയും മറ്റു മൂലമാരെ പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കൂടില്ല. രക്ഷപ്പെടണമെങ്കിൽ വ്യക്തമായി നിങ്ങൾ തറാവീഹിന്റെ എണ്ണത്തിലേക്ക് വരണം. അത് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. വലിയ വർത്താൻ പറഞ്ഞല്ലോ സ്വഹീഹാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എന്താ ഇവിടെ വർത്താൻ പറയാൻ പറ്റാത്തത്? അതെ, വലിയ ആലിമീങ്ങളായി ചമഞ്ഞു വന്നു. തുടക്കത്തിന് പറഞ്ഞ മഹാലിമികൾ. ഇടയ്ക്കൊരാൾ ചോദിച്ചവരോട് പറഞ്ഞ വിഷയം ഇടയ്ക്ക് വെച്ച് മറുപടി പറഞ്ഞ വിഷയം ആ വിഷയത്തൊക്കെ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. മഹാപണ്ഡിതൻ കുറച്ചൊക്കെ പറയാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വയസ്സും നീങ്ങണ്ട അതിനുള്ള ഭാഗം ഈ ഒരു പറഞ്ഞു നേരത്തെ മോഡറേറ്റർ പറഞ്ഞു എന്റെ സംസാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ചർച്ച നടക്കുന്നത് ഇവര് റമദാനിൽ തറാവീഹ് എന്ന പേരിൽ നിസ്കരിക്കുന്ന 11 ആ നിസ്കാരത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ? അതല്ലേ പേര് പറഞ്ഞത്. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ ഞങ്ങളങ്ങനെ നിസ്കാരം നിങ്ങൾ പറഞ്ഞത്
റമദാൻ 11 റക്അത്തായിട്ട് റമദാനിൽ തറാവീഹ് എന്ന പേരിൽ ഇവർ നടത്തുന്ന നിസ്കാരം, അതിനെ കുറിച്ച് പറയണം നമ്മൾ പറഞ്ഞത്. ഞാൻ അതിനെ കുറിച്ച് പറയുന്നു. റമദാനിൽ തറാവീഹ് എന്ന പേരിലും അല്ലാത്ത സമയത്ത് അങ്ങനെ പേരല്ലാതെയും ഉള്ള ഒരു നിസ്കാരം പരിശുദ്ധ ഇസ്ലാമിൽ സുന്നത്തില്ല. അതാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയുന്നത്. റമദാനിൽ തറാവീഹ് അങ്ങനെ നിസ്കാരം തന്നെ പിന്നെ എന്നുണ്ടാവുന്നത് റമദാനിൽ തറാവീഹ് എന്ന പേരിലും റമദാനിൽ തറാവീഹ് എന്ന പേരിലും അല്ലാത്തപ്പോൾ മറ്റൊരു പേരിലും പോലെ നിസ്കാരം, അങ്ങനെ നിസ്കാരം ഇസ്ലാമിൽ സുന്നത്തില്ല. അതാ ഞങ്ങൾ പറയുന്നത്. അപ്പോ ഒരു കാര്യം വ്യക്തമായി. നേരത്തെ പറഞ്ഞു തറാവീഹ് മുജാഹിദുകൾക്കില്ല, ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്കില്ല. തറാവീഹ് എന്നത് 23 റക്അത്താണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു 23 അതുപോലെ അതേ പേരിൽ വേറെ നിസ്കാരം നിസ്കരിച്ചതായിട്ടില്ല. ഞങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി, 63-ാമത്തെ വയസ്സിൽ ഹിജ്റ 11-ാം വർഷം ലോകത്തോട് വിട പറയുന്നതിനിടയിൽ നിസ്കരിച്ച നിസ്കാരങ്ങളിൽ പ്രവാചകന്റെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, റമദാനിലെ തറാവീഹ് എന്ന് പറയപ്പെടുന്ന നിസ്കാരം, റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ തറാവീഹ് എന്ന പേരിലെങ്കിലും പിൽക്കാലത്ത് കടന്നു വന്നതാണെങ്കിലും ആരെ നിസ്കരിച്ച നിസ്കാരം, ഈ നിസ്കാരങ്ങൾ മുഴുവനും 11 റക്അത്തായിരുന്നു എന്ന് സ്വഹീഹായ പരമ്പരയോട് തെളിയിക്കും ഞങ്ങൾ. അതിൽ ഒന്നാമത്തെ വിഷയം പറഞ്ഞു ഇമാം ബുഖാരി കിതാബ് തറാവീഹിൽ 11ന്റെ ഹദീസ് പറയുന്നു. അതേപോലെ തഹജ്ജുദ് 11 എന്ന് പറയുന്നു, വിത്ർ 11 എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുത്ത് വന്ന് ചോദിക്കാണ് കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാൻ, റമദാൻ റസൂലുള്ളാഹിന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു? ആയിഷ ബീവിയുടെ മറുപടി എന്താണ്? മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി മറുപടി പറയാണ് അല്ലാഹുവിന്റെ റസൂൽ റമദാനിലും അല്ലാത്ത മാസങ്ങൾ, അത് ശുവ്വാലിലാണെങ്കിലും ദുൽഖഅദയിലാണെങ്കിലും ദുൽഹിജ്ജയാണെങ്കിലും ഈ മാസങ്ങളിലൊക്കെ 11-നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. 11-നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല. റസൂലുള്ള 11 എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് ഇത്രയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ 11 എന്ന വിത്റിന് പുറമെ 20 റക്അത്ത് എന്ന് നിങ്ങൾ പറയുന്ന തറാവീഹ്, അതുപോലെ 36 എന്ന് പറയുന്ന തറാവീഹ്, 40 എന്ന് പറയപ്പെടുന്ന തറാവീഹ്, ഇതൊക്കെ എന്റെ അഭിപ്രായമല്ല. ശാഫിഈ മദ്ഹബിലെ ഫിഖ്ഹിൽ 36 മദീനക്കാർ നിസ്കരിക്കും. അതായത് ഈ വെല്ലുവിളിച്ചതിന് മറുപടി നമുക്ക് പറയാൻ അതായത് 23-ഓ 11-ഓ ഇപ്പൊ 11 ഇവര് പറയാൻ ന്യായം നിരത്തിയത് കിതാബ് തറാവീഹ് എന്ന ബുഖാരിയുടെ ഹദീസ്. പിന്നെ ആയിഷാവിയുടെ ഒരു വളരെ ശക്തമായൊരു ഹദീസും പറഞ്ഞിട്ടുണ്ട്. 2 തെളിവാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ കോട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇത് 11 അല്ല 23 എന്ന് പറയാൻ തെളിയിക്കാനുള്ള കോട്ട് ചെയ്യാനുള്ള ഹദീസ് ഉണ്ടോ? ഒന്നാമത് വേണ്ടത്. ഹദീസ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനുസ്കരിച്ച് എത്ര ഇടുന്നത് അതിനെ കുറിച്ച് ബിലാലിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു 20 റക്അത്ത്. 20 റക്അത്തായിട്ടാണ് ഇത് 20 റക്അത്തുണ്ട്. അത് വായിച്ചാൽ ഇതല്ല അതെ ഹദീസിട്ട് പറയണോ? ഇമാം ബുഖാരിയുടെ കിതാബ് ഞങ്ങൾ കൊണ്ടുവരാം, നിങ്ങളൊന്ന് വായിക്കും. നമ്മക്കിവിടെ ഇങ്ങനെ പറഞ്ഞു
ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് പ്രമാണം മുജാഹിദിന്റെ മൗലവിമാർ പറഞ്ഞതാണോ സഹീഹ് ബുഖാരി പറഞ്ഞതാണോ? നിങ്ങൾക്ക് പ്രമാണം നിങ്ങളുടെ പ്രമാണം ഇവിടെ മുജാഹിദിന്റെ മൗലവിമാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആവശ്യം ഇവിടെ നമ്മളേക്ക് വിശ്വസിക്കാൻ ഇത് ഇവരുടെ പഴയകാല പണ്ഡിതന്മാർ എഴുതി വെച്ചതാ, സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചതല്ലേ. ഇതെന്ത് നോക്കി എഴുതിയതാ? ഹദീസും ആയത്തും നോക്കി എഴുതി വെച്ച വലിയ വലിയ പണ്ഡിതന്മാർ എഴുതി വെച്ചതാ. ഇതുവർ അംഗീകരിക്കുന്നുണ്ടല്ലേ? അംഗീകരിക്കുന്നുണ്ടല്ലേ? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? പഴയകാല പണ്ഡിതന്മാർ ഞാൻ പറയട്ടെ, ചോദ്യം മനസ്സിലായി, മറുപടി പറയും. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടതല്ലോ, ചുരുക്കൂടി പറയട്ടെ. തറാവീഹ് റമദാനിലെ പ്രത്യേക നിസ്കാരമാണെന്ന് അവരുടെ പഴയകാല പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. പണ്ഡിതന്മാർ എഴുതി വെച്ചതാണ്. അതിന്റെ എണ്ണം 20 എഴുതി വെച്ചതാണ് അല്ലേ? ഇത്രയും കാലം മുജാഹിദ് പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനമോ ഇത് എഴുതിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. പിന്നെന്ത് ചെയ്യണം? തോന്നിയത് അതേപോലെ വീണ്ടും എഴുതി വെക്കുക. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണോ ശരിയാണോ? ആദ്യം അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് ചെയ്യണം പറയാം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? മുജാഹിദ് പണ്ഡിതന്മാരുടെ ആധികാരിക ആളുകളാണ് അവര്, അത് എഴുത്തലും വേണം. ഈ പാഠപുസ്തകം പക്ഷേ ഇവർ ചോദിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങളുടെ വാക്ക്, നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളാണല്ലോ, ഒരു കാര്യം ചോദിച്ചിട്ട് ആ വിഷയത്തിന് അതിനെതിരായ ഒരു മറുപടി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്നല്ലേ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? അദ്ദേഹം അതിൽ തിരിഞ്ഞിരിക്കുന്നു, അതാ സംസാരിക്കണേ, അതിൽ തിരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ഷാഫി ഇമാമിന് 2 കൗല് പറയേണ്ടി വന്നു? ജദീദായ കൗല്, ഖദീമായ കൗലിന് 2 അഭിപ്രായം വന്നെന്താ? നിങ്ങൾ ഖദീമായ കൗല് നിർത്തി കാട്ടിട്ട് പറയൂ. ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയില്ലേ? കണ്ടോ, ജദീദായ കൗല് വന്നിരിക്കും, പുതിയ കൗലും പഴയ കൗലും. അപ്പൊ നിങ്ങൾ പഴയ കൗൽ എന്ത് ചെയ്യുന്നു ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത് മുജാഹിദ് പണ്ഡിതന്മാർ കേരളക്കരയിൽ മുജാഹിദ് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ മുമ്പ് പ്രസവിച്ചോടെ മുജാഹിദായി വന്നല്ല, മറിച്ച് സമസ്തയുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ കൂട്ടത്തിൽ. ഇനി കേരളക്കരയിൽ എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ ഒരു പേജ് കൊണ്ടുവന്നിട്ട് കാണിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ആ വിഷയം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. എന്തിനാ കാണിച്ചത്? മുജാഹിദിന്റെ ആദ്യ നേതാക്കൾ അവരാരായിരുന്നു? ഇവിടെയുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന സമസ്തയുടെ പണ്ഡിതന്മാരെ പോലത്തെ ആളുകളായിരുന്നു അവർ. അവർ വിശ്വസിച്ചതും മനസ്സിലാക്കിയതും വെച്ചുകൊണ്ട് അവർ മനസ്സിലാക്കിയതിലേക്ക് കടന്നു വന്നു. അവർ അഖീദ കൃത്യമായി മനസ്സിലാക്കി കടന്നു വന്നപ്പോഴും അവരുടെ ഫിഖ്ഹിൽ സമ്പൂർണ്ണമായ ഒരു പഠനം നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി വെച്ചവരെ എഴുതി. പിന്നീട് ഈ വിഷയം ശരിയല്ലാന്നും ഇത് കേരളത്തിൽ ഏതെങ്കിലും ശാഫിഈ മദ്ഹബ് എന്ന് പറയപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ പിന്നീട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം 11 ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇത് KNM എന്ന സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യകാല പണ്ഡിതന്മാർ കോട്ടിയതൊരു സംഘടന മാത്രമാണ്. അതിനുശേഷം KNMന്റെ പാഠപുസ്തകങ്ങൾ പരിശോധിച്ച് ആ പാഠപുസ്തകങ്ങളിൽ തറാവീഹ് നമസ്കാരം 11 റക്അത്താണ് എഴുതിയിട്ടുണ്ട്, ഇന്നും പഠിപ്പിക്കുന്നു. എന്നിട്ട് പുരാതന കാലത്ത് എഴുതി വെച്ച സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊരു എന്തൊരു പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് കിതാബ് തിരിയില്ല, ഇവർക്കേ കിതാബ് തിരിയുള്ളൂ, ഞങ്ങൾ മലയാള പുസ്തകത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടന്ന ആളുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ മലയാള പുസ്തകം കൊണ്ടാണ് വന്നിരിക്കുന്നത്. കിതാബില്ല. ധൈര്യമുണ്ടോ? ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് ബുഖാരിയിൽ തറാവീഹ് എന്ന അധ്യായത്തിൽ കൊടുത്ത 11 റക്അത്ത് നമസ്കാരം, അതുപോലെ തന്നെ
തഹജ്ജുദിന്റെ അധ്യായത്തിൽ, വിത്തറിന്റെ അധ്യായത്തിൽ എല്ലായിടത്തും 11. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ തറാവീഹ് 11 റക്അത്തിനേക്കാൾ കൂടുതൽ, അഥവാ നിങ്ങൾ പറയുന്ന നിലയ്ക്ക് 20 റക്അത്ത് തറാവീഹും അല്ലാഹുവിന്റെ റസൂൽ 11നേക്കാൾ വർദ്ധിപ്പിച്ചിരുന്നില്ല എന്ന ആയിഷ ബീവിയുടെ ഹദീസിലേക്ക് ജംഉ ചെയ്താൽ 20ഉം 11ഉം 31 റക്അത്ത്. ഇനി നിങ്ങളുടെ വാദപ്രകാരം 20ഉം 11ഉം അങ്ങനെ 31 റക്അത്ത് നിസ്കരിച്ചു എന്ന് സഹീഹ് ബുഖാരി കൊണ്ടോ അതുപോലെ പ്രമാണബദ്ധമായ പണ്ഡിതന്മാരെ കൊണ്ടോ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇതാ നമ്മുടെ ചോദ്യം. നിങ്ങൾക്ക് സാധിക്കുമോ? ഇവിടുത്തെ നിങ്ങൾ കൊണ്ടുവന്ന വർത്തമാനങ്ങൾ മുഴുവനും ആളുകൾ കേട്ട് അവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോട് തെളിയിക്കാൻ സാധിക്കുമോ ഉസ്താദുമാരെ? നിങ്ങൾക്ക് വലിയ ആലിമീങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ, കൊണ്ടുവരൂ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് അങ്ങനെ നിസ്കരിച്ചുവെന്ന് ഇതാ ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരി എടുത്ത് കാണിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുമോ പറയാം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 20ഉം 11ഉം 31 റക്അത്ത് നിസ്കരിച്ചു എന്നാണ് ഞങ്ങളുടെ വാദം. അങ്ങനെയാണല്ലോ വാദം. കാരണം എന്താ? റസൂൽ തറാവീഹ് റമദാനിൽ 20 നിസ്കരിച്ചു. അല്ലാഹു റസൂൽ വിത്രോ അത് 11 തന്നെ, സംശയമൊന്നുമില്ല. എങ്കിൽ 11, 20, 31 നിസ്കരിച്ച് തെളിയിക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഇമാം ബുഖാരിയുടെ ഹദീസാണ്, ഇമാം ബുഖാരിയുടെ കിതാബ് ഞാൻ ഉയർത്തി വെച്ചുകൊണ്ട് പറയുന്നു. വീണ്ടും ചോദിക്കും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റേതല്ല. അത് സാധാരണ നാട്ടുകാരുടെ മുന്നിൽ വർത്താനം പറയുന്നത് നല്ലതാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നല്ലതാണ്. പക്ഷെ ഇവിടെ റക്അത്തിന്റെ ചർച്ചയാണ്. ആ ചർച്ചയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ? നിങ്ങൾ കൊണ്ടുവന്ന മാറ്റർ തീർന്നെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, വിഷയത്തിലേക്ക് കടന്നു വരിക. അതിന് സാധിക്കുമോ എന്നാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തീരുമാനമായല്ലോ. ഏതായാലും പഴയ കാലത്തുള്ള മുജാഹിദുമാരെ പറഞ്ഞൊന്നും ഇവർ അംഗീകരിക്കുക, പഴയ കാലത്തുള്ള മൗലവിമാരൊന്നും ശരിയല്ല, അപ്പൊ നമ്മളാണ് ശരി എന്നൊക്കെ ഉള്ളിടത്തേക്കാണ് പോവാതെ. ഏതായാലും നിങ്ങൾ പറഞ്ഞ ചർച്ച നമുക്ക് കടന്നു വരാം. മുജാഹിദിന്റെ പഴയ കാല മൗലവിമാർ പറഞ്ഞൊന്നും തെളിവല്ലാതെ അംഗീകരിച്ചു കഴിഞ്ഞു. അംഗീകരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് പഴയ കാലത്തുള്ള മൗലവിമാർക്കൊന്നും ഇവരെല്ലാം അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം, ഇവരിപ്പോ തറാവീഹ് 20 എന്നതിന് തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ഏതാണ്? തറാവീഹ് 11 എന്നതിന് തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസ് ആയിഷ ബീവിയോട് ധരിക്കുന്ന ബുഖാരി ധരിച്ച ഹദീസാണ്. ഏതാ ഹദീസ്? ആയിഷ ബീവിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. എന്താണ് ചോദ്യം? കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ. റമളാൻ മാസത്തിൽ ആ ഹദീസ് പൂർണ്ണമായിട്ട് ഞാൻ മണ്ടി വായിക്കാം. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസ് വായിച്ചാൽ ഈ വിഷയം ഞങ്ങൾക്ക് തിരിയില്ല. പഴയ കാലത്തുള്ള മൗലവിമാർ അതിനു വേണ്ടിയാണ് ഇപ്പൊ ഇത് കൊണ്ടുവന്നത്. എന്താ ഹദീസിലുള്ളത്? ആയിഷാബിയോട് കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റമളാൻ മാസത്തിലുള്ള നിസ്കാരം എങ്ങനെയായിരുന്നു? ഇതാണ് ചോദ്യം ആയിഷാബിയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? അപ്പോ ആയിഷ ബീവിന്റെ മറുപടി എന്താ? മറുപടി മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ റമളാനിലായാലും ശരി അല്ലാത്തപ്പോഴായാലും ശരി ആ ചോദിച്ച നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിൽ 11നേക്കാൾ കൂടുതലായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. ഇവര് ചോദിച്ചു, ആയിഷാബിയോട് ചോദിച്ചാണ് ഒരു നിസ്കാരത്തിനെ കുറിച്ച്. എന്താ നിസ്കാരത്തിനെ കുറിച്ച് ചോദിക്കുന്നത്? റസൂലുള്ളാഹി തന്നെ നിസ്കരിക്കാറുള്ള നിസ്കാരം റമളാനിൽ എങ്ങനെയായിരുന്നു? കൂടുതലുണ്ടോ കൂട്ടാറുണ്ടോ? ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. തെളിവുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്താണ്? അന്നഹു യഹ്തമിലു അൻ യകൂന സാഹിബു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ചോദിക്കുന്ന ആൾ മനസ്സിലാക്കി എന്ത്? അന്നഹു യഹ്തമിലു അൻ യകൂന സാഹിബു, ചോദിക്കുന്ന ആളാകാൻ മതി. മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅല്ലഹു കാന യസീദു ഫീ തഹജ്ജുദി റമളാന, റമളാൻ മാസം അല്ലാത്തപ്പോൾ നിസ്കരിക്കാനുള്ള തഹജ്ജുദ്, ആ തഹജ്ജുദ് റമളാനിലാകുമ്പോൾ കൂടുതൽ തഹജ്ജുദ് എന്ന പേര് കൂട്ടാറുണ്ടോ എന്ന് മനസ്സിലാക്കി. അതാ ലഅല്ലഹു കാന യസീദു ഫീ തഹജ്ജുദി റമളാന അലാ മാ യതഹജ്ജുദു ഫീ ഗൈരിഹി, റമളാൻ അല്ലാത്തപ്പോൾ നബി തങ്ങൾ നിസ്കരിക്കാറുള്ള തഹജ്ജുദ് റമളാനിലാകുമ്പോൾ വല്ല റക്അത്തുകളും കൂട്ടാറുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി. അപ്പൊ അയാൾ ചോദിച്ചതാണ് എന്ത്? ആ റമളാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? അതിന് ആയിഷ ബീവിയുടെ മറുപടിയാണ് ഫറദ്ദത്ഹു, ആ ഭാവനയെ ആയിഷ ബീവി മടക്കി കളഞ്ഞു. ഏത് ഭാവനയെ? ഈ റമളാൻ അല്ലാത്തപ്പോൾ തഹജ്ജുദായിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം റമളാനിലാകുമ്പോൾ
അതിൽ കൂട്ടാറുണ്ടായിരുന്നു എന്ന ധാരണയെ തിരുത്താൻ വേണ്ടിയിട്ട് ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി. അത് നിങ്ങൾ നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിലുള്ള നിസ്കാരം ഉണ്ടല്ല, ആ നിസ്കാരം അത് റമദാനിലായാലും റമദാൻ അല്ലാത്തപ്പോഴായാലും കൂട്ടാറുണ്ടായിരുന്നില്ല. ഇയാൾ ചോദിച്ചൊരു ചോദ്യം തഹജ്ജുദിനെ കുറിച്ചാണ്, മറ്റുള്ള റമദാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഈ ചർച്ച കടന്നു വരുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റമദാനിൽ അല്ലാത്തപ്പോൾ ഇങ്ങനെ നിസ്കാരം പ്രത്യേക സുന്നത്തുണ്ടോ എന്ന ചർച്ച കണ്ടുകൊടുക്കുകയാണ്. ഒന്ന് ശരിയുണ്ടല്ലോ പറഞ്ഞു സമയത്തൊക്കെ കേട്ടി നിങ്ങൾ മറക്കാൻ നമ്മളങ്ങനെ മറക്കുന്നില്ല. അപ്പൊ ഇതാണ് സംഗതി. ഇവർ ഉദ്ദേശിക്കുന്ന ഇവർ കൊണ്ടുവരുന്ന എല്ലാ വിഷയത്തിന്റെ സംഗതി ഇങ്ങനെ തന്നെ. ഇവർ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് ഖുർആനിലെയും ഹദീസിന്റെയും വാക്യങ്ങളെ ഇവർ വളച്ചൊടിച്ചു കൊണ്ടുവരും. തറാവീഹ് അല്ലാത്ത മറ്റൊരു ചോദ്യം ചോദിച്ചതാണ് ഈ ഹദീസിൽ ആയിഷ ബീവിയോട്. റമദാൻ അല്ലാത്ത മറ്റു സമയങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരം റമദാനിലാകുമ്പോൾ റക്അത്തുകൾ വർദ്ധിപ്പിക്കാറുണ്ടോ എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ആയിഷ ബീവി റദ്ദത്തു, അങ്ങനെ റമദാൻ അല്ലാത്ത നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ റമദാനിൽ പ്രത്യേകമായി വർദ്ധിപ്പിക്കാറൊന്നുമില്ല. മാ കാന യസീദു ഫീ റമദാന, റമദാനിലും കൂട്ടാറില്ല, വലാ ഫീ ഗൈരിഹി, റമദാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല. റമദാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി? ഇത് റമദാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തെ കുറിച്ചാണ് ചോദ്യം. ഞങ്ങളുടെ വാദം അതല്ല. ഞങ്ങളിപ്പോ തറാവീഹ് എന്ന വാദത്തിൽ ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് റമദാനിൽ മാത്രമുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ ചർച്ച തുടങ്ങിയത്. റമദാൻ അല്ലാത്തപ്പോഴുണ്ടോ റമദാനിൽ മാത്രമാണെന്ന് ചർച്ച പറഞ്ഞത് ഈ ഹദീസ് വിശദീകരിക്കണമെങ്കിൽ അത് തീരുമാനമാകണം. അപ്പൊ റമദാൻ അല്ലാത്തപ്പോഴുള്ള നിസ്കാരം അത് റമദാനിൽ കൂടാറുണ്ട് എന്ന ധാരണയെ ആയിഷ ബീവിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ആയിഷ ബീവി പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ ചോദിച്ച നിസ്കാരം അത് റമദാനായാലും റമദാൻ അല്ലാത്തപ്പോഴും കൂട്ടാറില്ല, അത് ആ 11 തന്നെ നിസ്കരിക്കാറുള്ളൂ എന്ന് ആയിഷ ബീവി പറഞ്ഞതാണ് ഇവർ ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ളത്. എന്നാൽ ആ തറാവീഹിനെ കുറിച്ചുള്ള ഹദീസ് അല്ല അത് എന്നാണ് ആ ഹദീസിന്റെ മറുപടിയായി. നിങ്ങൾ വളരെ ചൂടായി ബാദശാഹി കണ്ണൂർ ചെയ്യുന്നൊരു ആവശ്യമില്ല മൗലവിമാരെ. നിങ്ങൾ പിന്നെ അല്ല ഇയാൾ പറഞ്ഞല്ലോ, പിന്നെ ഇവർ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം KNM ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ പറയേണ്ട അധികാരം ഇത്രയും കാലം പെടുന്ന പുറത്ത് ചോറ് നിന്നാൽ അങ്ങോട്ട് മാറിയതല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വൈദ്യമതി പറയട്ടെ, ഒരാൾ ആധികാരിക വിഷയത്തിൽ ഇത് പറയാനല്ലോ നിങ്ങളെക്കാളൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് പറയാം. അപ്പൊ ഞാൻ പറയുന്നത് ഇവർ ഓതിയ ഹദീസ് റമദാനിലായാലും അല്ലാത്തപ്പോഴും ആയിഷ ബീവി പറഞ്ഞ 11നേക്കാൾ കൂട്ടാറില്ല എന്ന് പറഞ്ഞ തറാവീഹിനെ കുറിച്ചല്ല, അത് അല്ലാത്ത മാസത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. ഇത് കിതാബിലുള്ള ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. എനിക്കതിന് ആധികാരികളുണ്ട്. നേരത്തെ മുമ്പൊക്കെ മാത്രമേ ഇതുണ്ടായി, ആധികാരികളുണ്ട്. അപ്പൊ അതിന് തർക്കിക്കുന്നില്ല. ഏതായാലും അതിന്റെ ഹദീസിലേക്ക് വന്നു. ഇപ്പൊ എന്താ ഇവിടെ വായിച്ച ഹദീസ് മാത്രം അത് എല്ലാം തീരുമാനമാണ്. അദ്ദേഹം വായിച്ച വളരെ കൃത്യമാണ്. ഞാൻ ഇവിടെ മറക്കുന്നതൊക്കെ ഓർമ്മാക്കി മറക്കൂലെന്ന് പറഞ്ഞു, എന്നിട്ടും പറഞ്ഞു ഞാൻ ഹദീസിനെ ബാക്കി വായിക്കാനാ ഓർമ്മാക്കിയത്, എന്ന് വായിച്ചിട്ടില്ല. ആ മറന്നതാണ് എനിക്കറിയാം. അത് മറക്കാതെ കിടന്ന് ഓർമ്മാക്കിയത് നിങ്ങളെ പോലെ മറക്കൂലാണ്. ആയിക്കോട്ടെ ശരി സംഭവിച്ചു മറന്നു. അത് ബാക്കി വായിച്ചു. അപ്പൊ ഇതോടെ എല്ലാം തീരുമാനം. ഇപ്പൊ ചോദ്യം എന്താണ്? കൈഫക്കാന റമദാനിൽ അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം എങ്ങനെയായിരുന്നു? അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം ശരി അംഗീകരിക്കുന്നു. റമദാനിൽ ആ നിസ്കാരം കൂട്ടലുണ്ടോ ഇല്ലേ എന്ന ധാരണയിൽ ചോദിച്ചു. ഇല്ല, കൂട്ടലില്ല എന്ന് പറഞ്ഞു. അത് ആ നിസ്കാരം റമദാനിലുണ്ട്, അല്ലാത്തപ്പോഴുണ്ട്. അങ്ങനത്തെ നിസ്കാരമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞ അങ്ങനത്തെ നിസ്കാരം തന്നെയാണ്. റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരം ഞങ്ങൾ പറഞ്ഞപ്പോ കളിയാക്കി. ഇപ്പൊ മുമ്പിൽ പറഞ്ഞ ഹദീസ് എന്താണത്? റമദാനിലുണ്ട്. ഇനി അത് തറാവീഹാണോ എന്നതിന്റെ പ്രശ്നമുള്ളൂ. പറഞ്ഞ ഹദീസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ നിസ്കാരം റമദാനിലുണ്ട്, അല്ലാത്തപ്പോഴുണ്ട്. റമദാനിൽ ജമാഅത്തായി നിർവഹിക്കുന്നു, അല്ലാത്തപ്പോൾ ജമാഅത്ത് നിർവഹിക്കുന്നില്ല. അപ്പൊ കുറെ കളിയാക്കി റമദാൻ മാത്രമാണെന്ന് ഇവരിപ്പോ മാറ്റി. ഇപ്പൊ എന്തായി? മുമ്പ് വായിച്ച ഹദീസിന് മുമ്പ് തന്നെ സ്ഥാപിച്ചത് ഇത് റമദാനിലും അല്ലാത്തപ്പോഴും ഒരേപോലെ നിസ്കാരമാണ്. ഇനിയുള്ളത് എന്താണ്? ആ നിസ്കാരം ഏതാന്നുള്ളതാണ്. തുടക്കത്തിൽ പറഞ്ഞതാണ് 11 ഹദീസ് വിത്രുമക്കാണ് കൊണ്ടുവന്നത്. 11 ഹദീസ് വിത്രാണ് എന്ന രൂപത്തിലാണ് ആദ്യം കൊണ്ടുവന്നത്. ഇപ്പോഴോ തഹജ്ജുദാണ്. ആ 11 ഹദീസ് ആ തഹജ്ജുദ് റമദാൻ അല്ലാത്ത നിസ്കരിക്കും. തഹജ്ജുദ് റമദാനിൽ കൂട്ടലുണ്ടോ ചോദിച്ചതാണ്. അപ്പൊ തഹജ്ജുദും വിത്രും ഒന്നാണ് കിട്ടി. തഹജ്ജുദും വിത്രും ഒന്നാണെന്ന് കിട്ടി. ഇനി ആ ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് ബുഖാരി 2013 ഹദീസാണ് വായിച്ചത്. ഈ 2013 ഹദീസ് ഇമാം ബുഖാരി കൊടുത്ത അധ്യായം ഏതാണ്? കിതാബ് സ്വലാത്തി തറാവീഹ്. കിതാബ് സ്വലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം.
തറാവീഹ് നിസ്കാരത്തിന്റെ അധ്യായം എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി കൊടുക്കുന്നു 2013 നമ്പർ ഹദീസായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബിവിയോട് ചോദിക്കുന്നു കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാനിൽ നബിയുടെ നിസ്കാരം എങ്ങനെയാണ്? അപ്പൊ റമളാനിൽ പ്രത്യേക നിസ്കാരം നിസ്കരിക്കലുണ്ടോ? മൂപ്പനെ പറഞ്ഞത് റമളാനിൽ കൂട്ടലുണ്ടോ ചോദിച്ചാണ് ഇല്ല. അപ്പൊ റമളാനിൽ നബിയുടെ നിസ്കാരം എങ്ങനെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ റമളാനെ പ്രത്യേക നിസ്കരിക്കില്ല. റമളാനിലും ഷഅബാനിലും ശവ്വാലിലും റസൂലുള്ളാഹി നിസ്കാരം പതിവ് തന്നെയാണ്. അപ്പൊ കൃത്യമായല്ലോ. ഇനി ആ നിസ്കാരം എത്രയാണോ അതിനെ ഹദീസിന്റെ ബാക്കി വായിക്കാൻ തന്നത്. ആ ഹദീസിന് ഒരപ്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണാം യുസല്ലി അർബഅൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അപ്പൊ കിതാബ് ഇല്ലാതെ വന്നു. ഇപ്പൊ കിതാബ് നോക്കി മതി. യുസല്ലി അർബഅൻ നബിതങ്ങൾ നിസ്കരിക്കും. ലാ തസൽ അൻ യുസ്തഹിന്ന റസൂലിഹിന്ന. അതിന്റെ ദൈർഘ്യവും ഭംഗിയും ചോദിക്കരുത്. ثم يصلي أربعا വീണ്ടും നമസ്കരിക്കും. ولا تسل عن യുസ്തഹിന്ന റസൂലിഹിന്ന. അതിന്റെ ദൈർഘ്യവും അതിന്റെ ഭംഗിയും ചോദിക്കരുത്. ثم يصلي ثلاثا പിന്നെ നമസ്കരിക്കും. അപ്പൊ ഇത്രയും 4 എന്നിട്ടാണ് ഫഖുൽതു ഞാൻ ചോദിക്കും യാ റസൂലല്ലാഹ് അതനാമു ഖബല അൻ തൂതിറ. നിങ്ങൾ വിത്തറാക്കാതെ ഉറങ്ങുകയാണോ? വിത്തറാക്കാതെ ഉറങ്ങുകയാണോ? അപ്പൊ എന്തായി? വിത്തറും ആ നിസ്കാരം തന്നെയാണ്, തഹജ്ജുദും ആ നിസ്കാരം തന്നെയാണ്, തറാവീഹും ആ നിസ്കാരം തന്നെയാണ്. ഇനി വേണമെങ്കിൽ ഖിയാമു റമളാൻ എന്നും പറയാം. എന്തുകൊണ്ട്? ഇമാം ബുഖാരി കൊടുത്ത ബാബിൽ കാണാം ബാബു ഫദ്ലി മൻ ഖാമ റമളാന. കിതാബ് തറാവീഹിലെ ഒന്നാമത്തെ ബാബു ഫദ്ലി മൻ ഖാമ റമളാന. റമളാൻ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം. അതിൽ ഇമാം മസ്താനി കൊടുത്ത തൊട്ടടുത്ത വാചകം ഖാമ റമളാൻ എന്ന് പറഞ്ഞാൽ والمراد من قيام الليل. قيام الليل എന്ന ഉദ്ദേശം ما يحصل به مطلق القيام. ഖിയാമ എന്ന് പറയാൻ എങ്ങനെ പറ്റുമോ അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. തഹജ്ജുദ് അധ്യായത്തിലും ഇതേപോലെ നാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തഹജ്ജുദ് അധ്യായത്തിൽ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട്. കിതാബുണ്ട് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഫത്ഹുൽ ബാരി 4-ാം പാഠത്തിൽ തഹജ്ജുദ് എന്ന അധ്യായമുണ്ട്. തഹജ്ജുദ് എന്ന അധ്യായത്തിലും ഇതേ ഹദീസ് കൊടുക്കുന്നു. തഹജ്ജുദ് എന്ന അധ്യായത്തിലും ഇതേ ഹദീസ് കൊടുക്കുന്നു. അവിടെയും പറഞ്ഞു അല്ലാഹു റസൂൽ നമസ്കാരം പറയുന്നതാണ് എന്ന് ആ തഹജ്ജുദ് അധ്യായത്തിലും കൊടുക്കുന്നു. അതേ ഹദീസ് ഇവിടെ വീണ്ടും കൊടുക്കുന്നു തറാവീഹ് എന്ന അധ്യായത്തിൽ. എന്നിട്ട് പറയുന്നു വദക്കറ നബവി. ഇമാം നബവി പറഞ്ഞിട്ടുണ്ട് അന്നൽ മുറാദ ബി ഖിയാം റമളാന. ഖിയാം റമളാൻ കൊണ്ട് ഉദ്ദേശം ചോദ്യം എന്താണ്? കൈഫ കാന സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന. റമളാൻ നിസ്കാരം എങ്ങനെയാണെന്ന ചോദ്യം. ഇമാം നബവി പറയുന്നു അന്നൽ മുറാദ ബി ഖിയാം റമളാൻ. ഖിയാം റമളാന്റെ ഉദ്ദേശം സ്വലാത്തു തറാവീഹ് നിസ്കാരമാണ്. അപ്പൊ എല്ലാം ക്ലിയറാണ്. തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നതും വിത്ർ എന്ന് പറയുന്നതും തഹജ്ജുദ് എന്ന് പറയുന്നതും ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നതും ഖിയാം റമളാൻ എന്ന് പറയുന്നതും എല്ലാം ഒരേ നിസ്കാരമാണ്. വ്യത്യസ്ത കാരണങ്ങളാൽ വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നു. അത് അദ്ദേഹം വായിച്ചുകൊണ്ട് കഴിഞ്ഞു, ഞങ്ങൾ പറഞ്ഞതും കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മൾ 1 മണി തീരുമാനിച്ച സമയം വളരെ കൃത്യമാണ്. നമ്മൾ 12 തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരു മണി തീരുമാനിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഏതായിരുന്നാലും നമുക്ക് തീരുമാനിക്കുന്നു. ഇനി ഞങ്ങൾ ചോദിക്കാം ഇതിപ്പോ ഈ അഭിപ്രായത്തിൽ വായിച്ചു അർത്ഥം വെച്ചു, അർത്ഥം അങ്ങനെ തന്നെ സംഭവിച്ചു. വളരെ പ്രശ്നമൊന്നുമില്ല, അർത്ഥം അങ്ങനെ തന്നെ. ഇനിയുള്ള പ്രശ്നം ഇത് അദ്ദേഹം തറാവീഹ് അല്ല എന്നാണ് വാദമെങ്കിൽ നമ്മളെ ചർച്ച ഇവിടെ തറാവീഹ് അല്ല, ഇത് റമദാൻ അല്ലാത്തപ്പോഴുള്ള വേറെ നിസ്കാരം റമദാനിൽ പ്രത്യേക കൂട്ടലുണ്ടോ എന്നാണെങ്കിൽ റമദാനിൽ ഈ 11 ഉണ്ട് ഉറപ്പായി. ഈ 11 റമദാനിലുണ്ട്. അത് തഹജ്ജുദ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കോട്ടെ റമദാനിലെ തഹജ്ജുദ് 11 ഇനി ആ തഹജ്ജുദിന് പുറമെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ തറാവീഹ് 20 വേറെ നിസ്കരിച്ച സ്വഹീഹായ ഹദീസുണ്ട്. ഈ 11 പുറമെ അതിന് പുറമെ തറാവീഹ് 20 വേറെ റമദാനിൽ അല്ലാഹു റസൂൽ നിസ്കരിച്ച സ്വഹീഹായ ഒരൊറ്റ ഹദീസ് ബുഖാരിയിൽ തന്നെ വേണമെന്നില്ല, അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഹദീസ് കിതാബിലുണ്ട് സ്വഹീഹായ ഉദ്ധരിക്കപ്പെട്ട ഒരൊറ്റ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൽ ഈ 11 പുറമെ 20 തറാവീഹ് നിസ്കരിച്ച വല്ലതുണ്ടോ അതുകൂടി പറഞ്ഞാൽ നമുക്ക് പ്രശ്നം വെച്ചിരിക്കാം. അപ്പോഴേ ഇയാൾ പറഞ്ഞു ഞാൻ മറന്നതല്ല, ആര്യത്തിന്റെ വാക്യം മറന്നതല്ല, പിന്നെ ഒഴിവാക്കിയത് ആവശ്യമില്ല.
ഇവിടെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ എത്ര ആവശ്യമുള്ളൂ? ഇവര് നേരത്തെ അയാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വെല്ലുവിളിക്കുന്നൊക്കെ പറഞ്ഞ ഡെസിഫ ഉണ്ടാക്കിയല്ലോ, അതിനെ കുറിച്ച് വിശദീകരിക്കണം എന്ന് പറഞ്ഞു. അയാൾ വായിച്ച ഭാഗത്തിനെ വായിച്ചർത്ഥം വെച്ചു. അയാൾ വായിച്ചത് എന്നുള്ള ആ ഭാഗമായിരുന്നു, അത് വായിച്ച് അർത്ഥം വെച്ച് കഴിഞ്ഞു. അതിന് ബാക്കി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ മറന്നല്ല, ഞാൻ കൽപ്പിച്ചിട്ട് ഒഴിവാക്കിയായിരുന്നു. നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഏതായാലും ഇയാൾ സ്വന്തം ന്യായങ്ങൾ സമർപ്പിക്കുന്നത് ഈ ഹദീസ് അത് തറാവിയെ കുറിച്ച് തന്നെയാണ് എന്നത് ഇയാളെ കണ്ടുപിടുത്തങ്ങളാണ്. ഇമാം ബുഖാരി കിതാബു പിന്നെ തറാവിയ എന്ന ഇതിലാ കൊണ്ടുവന്നത്. ബാബുമൻ കാമ റമദാൻ പിന്നെ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇയാളെ ന്യായീകരണമാണ്. ഞാൻ വായിച്ചതിന്റെ സ്വന്തം അഭിപ്രായമല്ലോ ഞാൻ അത് വായിച്ചത്. നേരത്തെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാ. എന്ത് ഈ പറഞ്ഞ ബുഖാരിനെ കുറിച്ചല്ല. പിന്നെയോ അന്നഹു യഹ്തമിലു അയ്യകൂന സാഹിബ് അന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലഹു കാന യസ്ബി തഹജ്ജുദ് റമദാന അലാ മാ യഹ്തജു ബി ഗൈരിഹി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇയാൾ വായിച്ചതാണെങ്കിലോ സ്വന്തമായിട്ട് ഇത്തിഹാസൊക്കെ നടത്തിയിട്ട് വലിയ ആളായി നോക്കുകയാണ്. അതിനൊന്നും ആയിട്ടില്ല മതി. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇയാൾ പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞു, റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തിനെ കുറിച്ചാണ് ഈ ചോദ്യം. ശരിയാ, വളരെ കറക്റ്റായി. റമദാനിലും അല്ലാത്തപ്പോഴുള്ള നിസ്കാരത്തെ കുറിച്ചാണ് ഈ ചോദ്യം. അത് തറാവീഹ് അല്ല ഞങ്ങൾ പറയുന്നത്. അത് തറാവീഹ് അല്ല, മറ്റൊരു നിസ്കാരമാണ്. തറാവീഹ് ആണെങ്കിലോ അത് റമദാനിൽ മാത്രമേ ഉള്ളൂ, അത് വേറെ തെളിവാണ്. ഇതെല്ലാം ഇത് വിത്തറിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു തഹജ്ജുദിനെ കുറിച്ചോ മറ്റുമൊക്കെ പറഞ്ഞ ഹദീസുകൾ കൊണ്ടുവന്നിട്ട് അത് തറാവീഹിനുള്ള തെളിവാക്കാൻ എങ്ങനെയാണ്? ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞ അരിക്ക് എത്ര റുപ്യ വെച്ച് കടയിൽ പോയിട്ട് അരിക്ക് 24 റുപ്യ ഇടുന്നത്, ഇയാൾ കൈ പോയിട്ട് വന്താരിക്ക് 24 റുപ്യ ഇടുന്നത്, അത് പറയാൻ പറ്റുമോ? ചോദിച്ചതിന്റെ മറുപടി ആ ചോദിച്ചതിനെ കുറിച്ച് അത് ബാക്കി ബാധകാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയേണ്ടത് ഇയാളിപ്പോ പറഞ്ഞ ഈ ഹദീസിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. എന്ത് അന്നഹു യഹ്തമിലു അയ്യകൂന സാഹിബു ലഅന്ന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅല്ലഹു കാന യജിദു ഫീ തഹജ്ജുദ് റമദാന റമദാനിൽ തഹജ്ജുദിലുള്ള ഏറ്റവും വരുത്താനുണ്ടായിരുന്നു എന്ന ആ ചോദ്യത്തിനാണ് ആയിഷയുടെ മറുപടി. റമദാനിലായാലും അല്ലാത്തപ്പോഴും അതിൽ ഏറ്റവും വരുത്താനില്ല. പിന്നെ ചർച്ചയിലുള്ള ഈ തറാവീഹിന്റെ ചർച്ചയോ അത് ഈ ഹദീസിന്റെ ബന്ധമല്ല. പിന്നെ ആൾ പറയുന്നത് എന്താ അറിയോ, ഇത് ബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ബുഖാരി ഇമാം കിതാബുൽ തറാവീഹിലാണ് ഇത് കൊണ്ടുവന്നത്. അതിനൊക്കെ ബുഖാരിന്റെ ആ ബാബൊക്കെ ഇടുന്ന ആ രൂപങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നാൽ മതി. പോലും ഇമാം ബുഖാരിയുടെ പിന്നെ ശൈലി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഗ്രന്ഥങ്ങളിലുള്ള ബാബുകളിലുള്ള ഹദീസുകൾ അതിന്റെ ഈ ബാബും അതിന്റെ ശേഷം കൊണ്ടുവന്ന ഹദീസും തമ്മിൽ ചിലപ്പോൾ നമുക്ക് തോന്നിയാൽ ബന്ധം പിന്നെ ബാഹ്യത്തിന് തോന്നുകയില്ല, മനസ്സിലാവുക. അങ്ങനെയൊക്കെ ഇമാം ബുഖാരിയുടെ ശൈലി. അതിന് മാത്രമൊക്കെ വിവരമുള്ള ആൾക്കാർക്ക് തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഈ ബാബും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ വേണ്ടി മാത്രം പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാബുകളും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാൻ വേണ്ടി മാത്രം അത് വിശദീകരിക്കണമെങ്കിൽ തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് ഇമാം ബുഖാരിന്റെ ഒക്കെ ശൈലിയുള്ളത്. അതുകൊണ്ട് ബുഖാരി ഇമാമിന്റെ പിന്നെ ബാബുന് ഒരു ഹദീസ് കൊണ്ടുമ്പോഴേക്ക് നമുക്ക് തിന്നാൻ തെറ്റി പറയല്ല വേണ്ടത്. പണ്ഡിതന്മാർ അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അത് റമദാനിലും അല്ലാത്തപ്പോഴൊക്കെയുള്ള മറ്റൊരു നിസ്കാരത്തിനെ കുറിച്ചുള്ള ചോദ്യം. നമ്മളെ ചർച്ച റമദാനിൽ മാത്രമുള്ള തറാവീഹിനെ കുറിച്ചാണ്. അതിനാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിരുന്നത് ഈ ഒരു ചർച്ച തീരുമാനമാക്കണം, റമദാനിൽ മാത്രം ഉണ്ടോ ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അതിനായിരുന്നു. അപ്പോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്. എന്ത്? ഈ പറഞ്ഞ ഹദീസ് അത് തറാവീഹിനെ കുറിച്ചാണ് എന്നതിന് നിങ്ങൾക്ക് രേഖ എന്തുണ്ട്? നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനങ്ങൾ വേണ്ട, നിങ്ങളുടെ സ്വന്തം വിദ്യാഭ്യാസ ഗവേഷണങ്ങളും വേണ്ട, മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുണ്ടോ അല്ലെങ്കിൽ ആ ഹദീസിലുണ്ടോ അതൊക്കെ നിങ്ങൾ തെളിയിക്കേണ്ടത്. ഒരു ഹദീസ് വായിച്ചു എന്നിട്ട് നിങ്ങളുടെ സ്വന്തം വക വ്യാഖ്യാനം, അപ്പൊ നമുക്ക് യാതൊരു ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറത്ത് വേറെ സ്വന്തം വ്യാഖ്യാനിക്കും, അപ്പുറത്ത് വേറെ സ്വന്തം വ്യാഖ്യാനിക്കും. ഒരു കഥയില്ല. പണ്ഡിതന്മാര് വിവരമുള്ള ആളുകൾ ഇത് തറാവീഹിനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് മറ്റൊന്നിനെ കുറിച്ച് പറഞ്ഞൊരു ഹദീസ് എടുത്തിട്ട് അത് തറാവീഹിന് തെളിവാക്കുന്നത് ശരിയല്ല സുഹൃത്തെ. ആളുകളെ കബളിപ്പിക്കരുത് എന്ന് അത് പറയാനുള്ളൂ. അതുകൊണ്ട് തറാവീഹിനെ കുറിച്ച് അല്ല എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. സഹോദരൻ, എന്റെ വക ഒരു വ്യാഖ്യാനം ഞാൻ പറഞ്ഞു. ഒരു വ്യാഖ്യാനം എന്റെ വക ഞാൻ ഇത്രയും സമയം സംസാരിച്ചു, 10 മിനിറ്റ് സംസാരിച്ചു. കിതാബ് എടുത്ത് വായിച്ച് അതിന്റെ ഹദീസും അതിന്റെ ശറഹും അടക്കം വായിച്ചു. ഇപ്പൊ പറഞ്ഞെന്താ, ഇത് ഞാൻ ഒപ്പിച്ചുണ്ടാക്കേണ്ടതില്ല. ഇമാം ബുഖാരിക്ക് ബാബുള്ള പറയുന്നത് കിട്ടിയിട്ടില്ല. എന്നാ ഇമാം ബുഖാരിക്ക് ബാബുള്ള പറയുന്നത് ഇവിടെ കിതാബ് തറാവീഹ് എന്ന അധ്യായം, കിതാബ് സ്വലാത്ത് തറാവീഹ് എന്ന അധ്യായം, ആ അധ്യായത്തിൽ ഈ ഹദീസ് കൊടുത്തത് തറാവീഹുമായി ബന്ധമായിട്ടല്ല എന്നാണോ പ്രമാണം? തറാവീഹുമായി ബന്ധമില്ലാതെ ഹദീസ് കൊടുത്തതാണോ? ഞങ്ങൾ പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞ ഓരോ വാക്ക് തെളിവല്ല, ഒരു തെളിവ് എന്ന് പറഞ്ഞോ ആ തെളിവിനാണ് പ്രധാനം. ഓരോ വാക്കിനെ തെളിവ് എന്നതുകൊണ്ട് ഞങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പൊ ഇമാം ബുഖാരിക്ക് തെറ്റിയെന്ന് നിർവഹിക്കുന്നില്ല. ഇമാം ബുഖാരിക്ക് തെറ്റി സംഭവിക്കുന്നില്ല. എന്താ ഇമാം ബുഖാരി കൊടുത്ത അദ്ദേഹം എന്താ? കിതാബ് സ്വലാത്തി തറാവീഹി, തറാവീഹി നമസ്കാരത്തിനെ പറ്റി പറയുന്ന അധ്യായം.
അതിൽ അടീസ പതിനൊന്നിലേക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. അത് ബാബുക്ക് ബന്ധം കാണുന്നില്ല. എന്താ ഇമാം ബുഖാരി റിയാസുദ്ദീൻ പഠിച്ചതാ അങ്ങനെ ഉണ്ടാവാന്. അപ്പൊ അതാണ്. പിന്നെ ഞങ്ങൾ എന്താണ് ഈ ഹദീസ് തറാവീഹിനെ പറ്റിയാണ് പറയാൻ വെക്കേണ്ട തെളിവില്ല. അതിന്റെ ചോദ്യം, ഈ ഹദീസ് തറാവീഹിനെ പറ്റിയാണ് പറയാൻ തെളിവെന്താണ്? വായിച്ചേക്കാം. ഫത്ഹുൽ ബാരി എന്റെ പറയല്ല. ഫത്ഹുൽ ബാരിയിൽ ഇതേ ഹദീസിന് എന്ന് നിങ്ങളും ഞങ്ങളും വായിച്ച അതേ ഹദീസിന് ഇമാം അസ്സലാനി ശാഫി മദ്ഹബിലെ പണ്ഡിതൻ, ഇമാം ബുഖാരിക്ക് ഏറ്റവും പ്രാമാണികമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ ഇബ്നു ഹജർ അസ്സലാനി റഹിമഹുല്ലാ, അദ്ദേഹം രചിച്ച ഫത്ഹുൽ ബാരി അതിന്റെ 6-ാം വാക്യം, 6-ാം വാക്യത്തിൽ അദ്ദേഹം കൃത്യമായി 12-ാമത്തെ പേജിൽ അതേ ഹദീസിന് ഏത് മാകാന യസീദ് ഖൗലുഹു മാകാന യസീദ് ഫീ റമദാന ഇലാ ആഖിരിഹി റമദാനോ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്റെ വകല്ല. റമദാനോ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തഖദ്ദമൽക്കലാമു അലൈഹി, അത് വിശദമായ അബ്വാബ് തഹജ്ജുദിന്റെ ബാബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അമ്മാ മാ റവാഹു ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട് മിൻ ഹദീസ് ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് തങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിക്കാമെന്ന റിപ്പോർട്ടുണ്ട്. പക്ഷേ 2 കാരണങ്ങൾ കൊണ്ട് സ്വീകാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ 20 റക്അത്തും വിത്റും റമദാൻ നിസ്കരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അത് 2 കാരണം കൊണ്ട് സ്വീകാര്യമല്ല ആ റിപ്പോർട്ട്. ഒന്ന് ഫഇസ്നാദുഹു ദഈഫുൻ, ദുർബല സനദ് പറയേണ്ട ആവശ്യമില്ല, മുടിന്നപ്പോ എല്ലാവർക്കും പഠിച്ചു സനദ്. ആ സനദ് ദഈഫാണ്. ഫഇസ്നാദുഹു ദഈഫുൻ, അതിന്റെ സനദ് ദുർബലമാണ്, സ്വീകാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ ന്യായം എന്താണ്? വഖദ് ആറവഹു, 20 റക്അത്തും വിത്ർ നിസ്കരിച്ചു എന്ന ഹദീസിന് എതിരാണ് ഹദീസു ആയിഷ ബീവിന്റെ ഈ ഹദീസ് അതിനെതിരാണ്. ഈ ഹദീസോ അല്ലദീ ഫി സ്വഹീഹൈനി, ബുഖാരിയും മുസ്ലിമിനും എന്നാണ് ഈ ഹദീസ്. ഇത് അതിന് എതിരുമാണ്. 2 കാരണം. അല്ലാഹു നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് ദഈഫാണ്, സ്വഹീഹല്ല. മറ്റൊന്ന് ബുഖാരിയിലും മുസ്ലിമിലും അല്ലാഹു നിസ്കാരം വന്നത് 11ആണ്, അതുകൊണ്ടും തിരുവിന്റെ റിപ്പോർട്ട് സ്വീകാര്യമല്ല. അപ്പൊ അസ്കാരം എന്താ മനസ്സിലായത്? ഇത് തറാവീഹ് ആണെന്നാകാം. ഈ 11 എന്ന് പറഞ്ഞ തറാവീഹ് ആണെന്നോ അല്ലാന്നോ എന്താ മനസ്സിലായത് എന്ന് ഒന്നുകൂടെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ രാത്രി എന്തൊക്കെ ചെയ്യുമെന്ന് എല്ലാവരേക്കാളും വലിയ ആയിഷ ബീവിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ രാത്രി അവസ്ഥകൾ എല്ലാവരേക്കാളും വലിയ ആയിഷ ബീവിക്കാണല്ലോ. ആ ആയിഷ ബീവി പറഞ്ഞു വരുന്നത് എന്നാണ്. പിന്നെ ഇബ്നു അബ്ബാസ് 20 പറഞ്ഞാല് സ്വീകരിക്കാൻ പറ്റൂല. 2 കാരണം. ഒന്ന്, ആയിഷ ബീവി പറഞ്ഞു ബുഖാരി മുസ്ലിമിലുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചതാണ്, സനദ് സ്വഹീഹ് അല്ലതാണ്, ഇത് വിരുദ്ധമാണതാണ്. അപ്പൊ ഇത് തറാവീഹിനെ പറ്റി ഞാൻ ഓർമ്മിപ്പിച്ചിട്ടില്ല, നിങ്ങളെ ഒപ്പിക്കണം നമുക്കില്ല. ഇന്ന ഓടിക്കുന്ന ഓടികൾ ചെയ്യാവും വസ്തുമാസോദിയിട്ട് ആരോട് പാർട്ടിക്കാന്ന് പറഞ്ഞ പരിപാടി അത് നമുക്കില്ല. അത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളെ മുന്നോട്ട് പോകുന്നത്. എനിക്കതൊരു ആധികാരികളുടെ പറയാം. അപ്പൊ ഏതാണ് ഈ ഹദീസ് തറാവീഹിനെ പറ്റിയാണ് എന്ന് തെളിവുണ്ട് ഞങ്ങൾ ചോദിച്ചത്. ആ തെളിവാണ് പറഞ്ഞത്. ഇനി ഫത്ഹുൽ ബാരി എന്തെങ്കിലും പറയാം. അതിന്റെ ബാക്കി ഞാൻ മറന്നതോ നിങ്ങളമാരും മനഃപൂർവ്വം ഒഴിവാക്കിയതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അല്ലെങ്കിൽ സംഭവിച്ചാണ്ട് നല്ലവർക്ക് ഈ മനുഷ്യന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ബാക്കിയാണ്. ഇത് തറാവീഹ് അല്ലെങ്കിൽ ഇതിപ്പോ മിത്ര തഹജ്ജുദ് പോകുമ്പോൾ നിസ്കാരമുള്ളത്. കാരണം തഹജ്ജുദ് പറഞ്ഞു ചെയ്യൂ. ഇപ്പൊ തഹജ്ജുദ് മിത്ര ഒന്നൊക്കെ ചോദിച്ചാൽ കുടിമൊക്കെ ഉള്ളുണ്ട്. അവിടുന്ന് കൊടുത്ത ട്രെയിനിൽ കുട്ടകൾ ഇപ്പൊ ആ ചോദ്യം ബാക്കിയാണ്. ഇത് തറാവീഹ് അല്ലെങ്കിൽ, ഈ പറഞ്ഞ തറാവീഹ് അല്ലെങ്കിൽ, ഇത് മിത്രോ തഹജ്ജുദോ ആണെങ്കിൽ ഇതിന് പുറമെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ തറാവീഹ് 20 വേറെ നിസ്കരിച്ചത് എവിടെ? അല്ലെങ്കിൽ അള്ളാഹു തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടാവുന്നുണ്ട്. ഞങ്ങൾ പറയുന്നില്ല. അള്ളാഹു റസൂല് ഈ പറയുന്നതിന് പുറമെ തറാവീഹ് നിസ്കരിച്ചു എന്ന ഹദീസ് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് നിങ്ങൾ കാണിക്കുമോ? നാട്ടിൽ ചോദിച്ചു. ഇത് അവരെ വിട്ടുപോയതായിരിക്കും മനഃപൂർവ്വം. അത് ഇനി വിട്ടുപോയത് നിങ്ങൾ പറയുന്നത്. ഇയാളിപ്പോ ഏകദേശം പിന്നെ ഫത്ഹുൽ ബാരിന്റെ ഇബാറത്താണ് പറയുന്നത്. എന്താ പറഞ്ഞത്?
ഫത്ഹുൽ പറഞ്ഞ അദ്ദേഹം വായിച്ച അർത്ഥം വെച്ചു അമ്മാമാ റവാഹു ഇബ്നു അബീ ശൈബ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാന 20 റകഅത്ത് മിൻ الفطر واسناده ضعيف وقد عارضه حديث عائشة هذا الذي في الصحيحين مع قولها على بحال النبي صلى الله عليه وسلم ليس من غيرها الله أكبر ഇതാണ് ആയിഷ ബീവി പറഞ്ഞത് അർത്ഥം പറഞ്ഞത് അർത്ഥം കാണാതെ മനസ്സിലാവും അറിയില്ലെങ്കിൽ കുറച്ചുകൂടി അപ്പൊ അമ്മാമാ റവാഹു ഇബ്നു അബീ ശൈബ അപ്പോൾ ഇബ്നു അബീ ശൈബ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട് ഹദീസിന്റെ ധരിക്കുന്ന പണ്ഡിതനാണ് ആ ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഒരു ഹദീസിനെ കുറിച്ച് പറയാണ് ആ ഹദീസ് അപ്പൊ അമ്മാമാ റവാഹു ഇബ്നു അബീ ശൈബ അപ്പൊ ഇബ്നു അബീ ശൈബ എന്ന പണ്ഡിതൻ ഉദ്ധരിച്ച ഹദീസ് ആകുന്നത് ഏതാ ഹദീസ് മിൻ ഹദീസ് ഇബ്നു അബ്ബാസിൻ ഇബ്നു അബ്ബാസിനെ തൊട്ടുള്ള ഹദീസുണ്ട് ഇത് ആയിഷ ബീവിയെ തൊട്ടുള്ള ഹദീസാണ് ഇബ്നു അബ്ബാസിനെ തൊട്ട് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട് ആ ഹദീസിൽ എന്താ ഉള്ളത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാന 20 റകഅത്ത് മിൻ الفطر നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാൻ മാസത്തിൽ 20 റകഅത്തും വിത്റും നിസ്കരിച്ചിരുന്നു എന്ന അർത്ഥമുള്ള ഒരു ഹദീസ് എന്ന ഹദീസ് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിച്ചത് ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നു ആ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് പറയാം ഫൈസ്നാദുഹു ദഈഫുൻ ആ ഹദീസിന്റെ പരമ്പര ദഈഫാണ് ഏതായാലും മുടിയുടെ വിഷയം വന്നിട്ട് ദഈഫ് ഞങ്ങൾ പറഞ്ഞ സംഘം സംഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഹദീസിന്റെ പരമ്പര ദഈഫാണ് ഈ ഒരു ഹദീസ് മാത്രമല്ല നമുക്ക് തറാവി 20 തെളിവ് ആ ഒരു ഹദീസ് മാത്രമാണ് തറാവി 20 എന്നതിന്റെ തെളിവ് എങ്കിൽ അത് ദഈഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് തറാവി 20 അല്ലാതെ കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ തറാവി 20 എന്ന് പറയാനുള്ള തെളിവായിട്ട് കൊണ്ടുവന്നത് ഇബ്നു അബ്ബാസ് ആ ദഈഫായ ഹദീസ് അല്ലപ്പോ കൊണ്ടുവന്നിട്ടുള്ളത് ഞങ്ങളെ 20 എന്നുള്ള തെളിവ് വേറെയാണ് അപ്പോ പിന്നെയുള്ള ഹദീസ് 2012 നമ്പർ ഹദീസ് 2012 ആ 2012 നമ്പർ ഹദീസ് ആ 12ാമത്തെ ഹദീസിൽ എന്താ പറയുന്നത് കിതാബ് തറാവീഹ് തന്നെ ഉണ്ട് അതുകൊണ്ട് തറാവീഹിനെ കുറിച്ചാണ് ഉറപ്പായല്ല തറാവീഹിനെ കുറിച്ചാണ് ചർച്ച കാരണം കിതാബ് തറാവീഹാണ് അത് പറഞ്ഞ അടിസ്ഥാനത്തിൽ അപ്പൊ എന്താണ് ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രി പള്ളിയിൽ നിസ്കരിച്ചു ആളുകൾ പുറകിലുണ്ടായിരുന്നു അങ്ങനെ പള്ളി നിറഞ്ഞു രണ്ടാമത്തെ രാത്രി ആയപ്പോ സാധാരണ രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചിട്ട് പിന്നത്തെ ദിവസം രണ്ടാമത്തെ നിസ്കരിച്ച രാത്രി അന്ന് പള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ കൂടി പിന്നത്തെ ദിവസമായപ്പോ വിശ്വങ്ങളുടെ പള്ളി നിറഞ്ഞു കവിഞ്ഞു ആളുകൾ വളരെ കൂടിയതാണ് അങ്ങനെയുള്ള ഒരു ഹദീസ് റമളാനിൽ അറിയാം റമളാൻ നമുക്ക് വിശദീകരിച്ചത് തറാവീന്റെ ബാബുകളല്ലേ കൊടുക്കുന്നു ഇവരുടെ അടിസ്ഥാനത്തില് അപ്പൊ എന്നിട്ട് പറയണേ അങ്ങനെ തങ്ങൾ നിസ്കരിച്ചു ഈ നിസ്കാരം ആ നിസ്കാരത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ നിസ്കാരത്തിനെ കുറിച്ച് അതിന്റെ തൊട്ടുമുമ്പുള്ള ഹദീസ് തൊട്ടുമുള്ള 2010 നമ്പർ ഹദീസ് 2010 നമ്പർ ഹദീസ് നോക്കി നിങ്ങൾ 2010 എന്താ പറയുന്നത് ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായപ്പോ ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നു നോക്കിയപ്പോ ഈ നിസ്കാരം ആളുകളൊക്കെ ഒറ്റക്കൊറ്റക്കായിട്ട് അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ ജമാഅത്തായിട്ടല്ല ചെറിയ ജമാഅത്തൊക്കെ ഒരുപാടുണ്ട് ഇങ്ങനെ ഉമർ തങ്ങളുടെ കാലത്ത് ഉമർ തങ്ങൾ പള്ളിയിലേക്ക് വന്നപ്പോ ഇങ്ങനെ അവിടെ ഇവിടെ ഒറ്റ തെറ്റൊക്കെയായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ആളുകളെ മുഴുവനും പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിസ്കരിച്ചത് കണ്ട് പഠിച്ച ആളാണ് തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്നും ഉമർ തങ്ങളെ നിങ്ങൾ പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാ ആ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു ഈ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇമാമിന്റെ കീഴിലായിട്ട് അത് 20 റക്അത്തായിട്ട് തുടർത്തിയിട്ടുണ്ട് ആ നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്നും നിങ്ങൾ പിൻപറ്റണമെന്നും ഒക്കെ പഠിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പഠിപ്പിച്ചതാണ് എന്ത് ഈ കൽപ്പിച്ചതുപോലെ 20 റക്അത്തായിട്ട് നിസ്കരിക്കണം അത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇമാമിന്റെ കീഴിൽ 20 റക്അത്തായിട്ട് ഒരൊറ്റ ജമാഅത്തായിട്ട് പള്ളിയിൽ നിസ്കാരം നിലനിർത്തിയിട്ടുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരെ മുഴുവനും 20 നിസ്കരിച്ചത് ഇനിയിപ്പോ ഇയാൾ ഫത്വഹുൽബാരിയൊക്കെ വായിച്ചത് എന്തിന് 20 അല്ലാന്നുള്ളത് ഈ ഫത്വഹുൽബാരി ഉണ്ടാക്കി ഇബ്നു ഹജർ അസ്ഖലാനി ഷാഫി മദ്ഹബുകാരനായ പണ്ഡിതനാ ഇബ്നു ഹജർ അസ്ഖലാനി ഷാഫി മദ്ഹബുകാരനായ ആളായെങ്ങനെ ഷാഫി മദ്ഹബിലുള്ള 20 റക്അത്ത് തറാവി ഒഴിവാക്കിയിരുന്നു എന്നാണോ നിങ്ങൾ വാദം ഷാഫി ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു 20 റക്അത്ത് അംഗീകരിച്ചിരുന്നു ആണോ അല്ലാന്നാണോ യഥാർത്ഥത്തിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫത്വഹുൽബാരി ചർച്ച എന്താണ് അത് ഈ ഹദീസിന്റെ ചർച്ച മാത്രമാണ് തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം എത്ര എന്ന ചർച്ചയിലല്ല കൊണ്ടുവന്നത് അത് വേറെ വിഷയങ്ങളൊന്നും പഠിക്കാനുണ്ട് എന്താ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ ഹദീസിന്റെ ലാഹിറും ബാത്തിലും ഉണ്ടാവും ചിലപ്പോൾ ലാഹിർ എന്നുള്ള ഉദ്ദേശം നമുക്ക് തീരുന്നത് ചിലപ്പോൾ ഒന്നായിരിക്കും അതിന്റെ യഥാർത്ഥ ആശയം മറ്റൊന്നായിരിക്കും
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തെളിവായിട്ട് പറയാനുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരൊറ്റ ജമാഅത്തായിട്ട് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഈ തറാവീഹ് നിസ്കാരം നിലനിർത്തിയത് 20 റക്അത്തായിട്ടായിരുന്നു. ആ 20 റക്അത്ത് പിന്നീട് അങ്ങനെ നിലനിന്നു വന്നു. പക്ഷെ നമ്മൾ വരാതായിരിക്കാം, അത് അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അങ്ങനെ നിലനിൽക്കലാണ് മുസ്ലിം സമുദായത്തിലെ പതിവ് എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പതിവിന്റെ പേര് നിലനിൽക്കാൻ വേണ്ടിയാണ് 20 റക്അത്ത് തന്നെ നിസ്കരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ 2012 നമ്മൾ ഹദീസ് വായിച്ചു, സ്വഹീഹ് ബുഖാരി 2010 വായിച്ചു. അദ്ദേഹം 2010 നമ്മൾ ഹദീസിപ്പോ അപ്പുറത്തും വായിച്ചു. അല്ലാഹുവിന്റെ റസൂല് റമദാനിൽ ജമാഅത്തായി നിസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട് സ്വഹീഹ് ബുഖാരി 2010 ഹദീസ്. എന്ന് അദ്ദേഹം പറഞ്ഞെന്താണ് 2011 ഹദീസ്. എന്ന് അദ്ദേഹം നേരത്തെ വായിച്ച 13, അദ്ദേഹം ആദ്യം വായിച്ച 12, പിന്നെ അപ്പുറത്തെ ഹദീസ് 2010. അത് എന്നിട്ട് ഉമർ ഖത്താബ് ഈ ജമാഅത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഈ സംസാരം കേട്ട ആളുകൾക്കൊക്കെ തോന്നിയതാണ് 2010 ഹദീസിൽ ഉമർ ഖത്താബ് 20 റക്അത്ത് ജമാഅത്ത് നടപ്പാക്കിയിരുന്നതല്ലേ? ആ ഹദീസിൽ അങ്ങനെ ഇല്ല. ജമാഅത്ത് നടപ്പാക്കിയിരുന്നത് 20 നടപ്പാക്കിയിരുന്നത് 2010 ഇല്ല. സ്വഹീഹ് ബുഖാരി ഒരു ഹദീസിലും ഇല്ല. സ്വഹീഹ് ബുഖാരിയുടെ ഒരു ഹദീസിലും ഇല്ല 20 സ്കെച്ചും. 2010 ഇല്ല ഒരു ഹദീസിലും. സ്വഹീഹ് ബുഖാരി ഒരു പക്ഷെ അദ്ദേഹത്തിന് പറയാം ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല, കാരണം ചെറിയൊരു പഠിപ്പൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഉമർ ഖത്താബ് റളിയല്ലാഹു ജമാഅത്ത് നടപ്പാക്കിയത് ബുഖാരിയിലുണ്ട്. ശരി, നമ്മുടെ ചോദ്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂല് റമദാനിൽ 11 പുറമെ തറാവീഹ് 20 സ്കെച്ചിൽ എവിടെയാണ്? ഉമർ ഖത്താബിന്റെ അപ്പുറത്തും അസ്താനം കാണാൻ താല്പര്യം. അതൊക്കെ തീരുമാനിക്കാം. അസ്താനം സ്കെച്ചത് എത്ര, നബിമാമ സ്കെച്ചത് എത്ര, എല്ലാവരും തീരുമാനിക്കാം. അള്ളാഹു ആവശ്യമില്ലല്ലോ. അപ്പൊ റസൂൽ നിസ്കരിച്ച് എത്ര ചോദിച്ചത്? അതിനൊരു മറുപടി ഇല്ല. അള്ളാഹുവിന്റെ റസൂല് 11 എന്ന മിത്രത്തിന് പുറമെ അള്ളാഹുവിന്റെ റസൂല് തറാവീഹ് നിസ്കരിച്ച് സ്വഹീഹായിട്ടുണ്ടോന്ന. അതിന് മുമ്പിൽ പറഞ്ഞെന്താണ്? 2-3 സഭകൾ ജമാഅത്തായി നടന്നു എന്നുണ്ട്. അവിടെ എത്ര സ്കരിച്ചത്? അതെന്തെങ്കിലും പറയാതിരുന്നത്? അതിന്റെ ഇല്ലാഞ്ഞിട്ടാണോ അതോ ഉണ്ടായിട്ട് നടക്ക പോലെ മലപ്പുറം വേണ്ടതാണോ? ഇനി അതല്ല, റസൂലിന്റെ പോലെ ഉമർ ഖത്താബ് 20 സ്കെച്ച് കൽപ്പിച്ചു ബുഖാരിയിൽ ഇല്ല. 2010 ഇല്ല, ഒരു ഹദീസിലും ഇല്ല. ബുഖാരി അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ചർച്ച ചെയ്യാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടോ? അവിടെ അവസ്ഥ എന്താണ്? അത് റസൂൽ തീരുമാനാക്കുക. ഇനി ആ വായിച്ച ഹദീസ് 2010 നമ്പറും ഹദീസും 2011 നമ്പർ ഹദീസും അതാണോ അദ്ദേഹം വായിച്ചത്? അതേ ഹദീസ് തന്നെ അല്ലാഹു റസൂൽ മുസ്ലിമായി സ്കെച്ച് ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ അതേ അസ്കലാനി എന്തൊരു ബേജാറുണ്ട്. മുമ്പിൽ ഷാഫിയാണോ നിങ്ങളുടെ ഷാഫിയുടെ നിങ്ങൾ ഷാഫിയിൽ പറഞ്ഞ് മാഫി മതമോ പൂജ ചെയ്യും. അത് അപ്പൊ ഏതായിരുന്നാലും അതേ ഹദീസ് അല്ലാഹു റസൂൽ 3 ദിവസം ജമാഅത്തായി സ്കെച്ചു എന്ന് പറയുന്ന അതേ ഹദീസ് വിശദീകരിച്ചിട്ട് ഉമർ ഖത്താബ് ജമാഅത്ത് നടപ്പാക്കി എന്ന് പറയുന്ന ഹദീസും ആ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം അസ്ഖലാനി തന്നെ തക്മീൽ എന്ന പേരിൽ ഇതിനൊരു ആകത്തുക പഠിപ്പിക്കുന്നുണ്ട്. ആ ചർച്ചയിൽ അദ്ദേഹം അവസാനം കൊണ്ടുവന്ന എല്ലാ അഭിപ്രായവും പറഞ്ഞു. 11 പറഞ്ഞു, 13 പറഞ്ഞു, 17 പറഞ്ഞു, 23 പറഞ്ഞു, 36 പറഞ്ഞു, 39 പറഞ്ഞു, 44 പറഞ്ഞു, 49 പറഞ്ഞു. അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞെന്താ? അപ്പൊ മുമ്പത്തെ കേസുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു ഉമർ ഖത്താബിന്റെ കാലത്ത് 13 നിസ്കരിക്കലുണ്ട്. അത് അദ്ദേഹത്തിൽ തന്നെ വന്നു. സുബൈർ കൂട്ടി പറഞ്ഞതാണ്. അദ്ദേഹം വ്യക്തമായി വന്നിട്ടുണ്ട്, വ്യാഖ്യാനത്തിലല്ല എന്ന് പറയുന്നു. പറഞ്ഞു ഞാൻ കേട്ടതിൽ ഏറ്റവും സ്ഥിരപ്പെട്ടത് ഇതാണ്. ഇത് യോജിക്കുന്നുണ്ട്. ആയിഷ ബീവിന്റെ ഹദീസിനോട് യോജിക്കുന്നുമുണ്ട്. ആയിഷ ബീവിന്റെ ഹദീസിനോട് ഇത് യോജിക്കുന്നുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരത്തെ പറ്റി ആയിഷ ബീവി പറഞ്ഞ ഹദീസുണ്ടല്ലോ, അതിനോട് യോജിക്കുന്നുമുണ്ട്. അപ്പൊ മൊത്തത്തിൽ എന്ത് കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂല് 11 വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ സംശയം നിങ്ങൾക്ക് ചോദിച്ചതാണ്. ഇഹ്തിമാലാണ്. ആയിക്കോട്ടെ, ശരി. ആ ഇഹ്തിമാൽ എന്താണുള്ളത്? റമദാനിന് പ്രത്യേകിച്ച് കൂട്ടിയിരുന്നോ സംശയം? ഇല്ല, കൂട്ടിയിട്ടില്ല.